देखो शॉट देखो अभी आंसू गैस का धुआं। ये देखिए, ये देखिए। എഴുപത്തിരണ്ടാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യം ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത സമര പോരാട്ടമാണ്. ഇതുപോലൊരു ദിവസം നമ്മളാരും ഇതുവരെ കാണാത്ത കാഴ്ചകൾ. ജനകീയ സമരത്തിൻ്റെ ചൂടും പ്രഹരവും മോദി സർക്കാർ അറിഞ്ഞു. അതായിരുന്നു ചെങ്കോട്ടയിൽ കൊടി പാറിച്ച കർഷക സമരം. ബാരിക്കേഡുകളും കോൺക്രീറ്റ് ബ്ലോക്കുകളും കൊണ്ട് ട്രാക്ടറുകൾ തടയാൻ നോക്കിയെങ്കിലും ഫലിച്ചില്ല. ഡൽഹി അതിർത്തികൾ ഭേദിച്ച് ട്രാക്ടറുകളുമായി ജനലക്ഷങ്ങൾ ഇരമ്പിക്കയറി. അങ്ങനെ ജന്മനാടിൻ്റെ റിപ്പബ്ലിക് ദിനത്തെ കർഷകർ അവരുടേതാക്കി മാറ്റി, കർഷക റിപ്പബ്ലിക്കാക്കി. ഇന്നത്തെ ഒരു ദിവസം ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ഇന്നത്തെ സമരം മോദി സർക്കാരിനേറ്റ കനത്ത പ്രഹരമോ? ഇനി എന്ത് സംഭവിക്കും? സമരം തീർക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ? മോദി അമിത്ഷാ തന്ത്രം പാളിയതെങ്ങനെ? ഇനി പ്രധാന വാർത്തകൾ നോക്കാം. ദില്ലിയിൽ ആളിപ്പടർന്ന കർഷക സമരത്തിന് നേരെ പോലീസ് അതിക്രമം. വെടിവെപ്പിൽ ഒരു കർഷകൻ കൊല്ലപ്പെട്ടു. ചെങ്കോട്ടയിൽ പതാക ഉയർത്തി കർഷക സംഘടനകൾ. ദില്ലിയിൽ ഇന്റർനെറ്റിന് നിരോധനം. കർഷകർ പിന്മാറണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. റിപ്പബ്ലിക് ദിനത്തിൽ ചരിത്രം സൃഷ്ടിച്ച് ലക്ഷങ്ങൾ പങ്കെടുത്ത കർഷക റാലി. പോലീസ് അതിക്രമം അംഗീകരിക്കാനാവില്ലെന്ന് സീതാറാം യെച്ചൂരി. സാഹചര്യം വഷളാക്കിയത് മോദി സർക്കാരെന്നും യെച്ചൂരി. കീഴടങ്ങില്ലെന്ന് മോദി സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ പ്രക്ഷോഭമെന്ന് എ വിജയരാഘവൻ. എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. പെട്രോൾ വില സർവകാല റെക്കോർഡിൽ. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഗവർണറുടെ പ്രശംസ. പൊതുവിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിച്ച് രാജ്യത്തെ ഒന്നാമതാക്കുന്നതിൽ മുഖ്യമന്ത്രി വിജയിച്ചെന്ന് ഗവർണർ. കോവിഡ് കാലത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ മികവുറ്റത്. ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷത്തിലേറെ പേർക്ക് വീടുകൾ നൽകാനായത് ജനക്ഷേമത്തിന്റെ പ്രതീകമെന്നും ഗവർണർ. സംസ്ഥാനത്ത് ഇന്ന് 6293 പേർക്ക് കോവിഡ്, 5290 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.43. ഇന്ന് 19 മരണം. കെ സുധാകരന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി. മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല. KPCC പ്രസിഡന്റായി തുടരുമെന്ന് മുല്ലപ്പള്ളി. മൂവാറ്റുപുഴ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെടുമെന്ന് ജോണി നെല്ലൂർ. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്നത് CPIM നേതാവ് മുൻ MP NN കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുൻ KPCC വൈസ് പ്രസിഡന്റ്, BJP വക്താവ് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, മുതിർന്ന ദേശീയ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ്. ശ്രീ കൃഷ്ണദാസും ശ്രീ സുരേഷ് ബാബുവും ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ശ്രീ ജയസൂര്യൻ, ഈ ഇന്നത്തെ സംഭവങ്ങൾ ആകെ പരിശോധിച്ചാൽ ഈ സർക്കാർ അതിൻ്റെ രണ്ടാം വരവിൽ, മോദി സർക്കാർ അതിൻ്റെ രണ്ടാം വരവിൽ നേരിട്ട ചൂടും പ്രഹരവും നന്നായി എറിഞ്ഞ ജനകീയ സമരമല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. അതിനെ പല നിലയ്ക്കും നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചുവെങ്കിൽ അതെല്ലാം പരാജയപ്പെടുന്നതും വളരെ സംഘടിതമായി തന്നെ കർഷകർ അവരുടെ പ്രഖ്യാപിച്ച സമരത്തെ വിജയത്തിലെത്തിക്കുന്നതുമല്ലേ ഇന്ന് കണ്ടത്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ? ഒരിക്കലുമല്ല. വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇവിടെ കർഷക സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് കരുതിയ കലാപകാരികൾക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ വിജയം ആരംഭിക്കുകയാണ് ഇവിടെ. കാരണം നേരത്തെ തന്നെ സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു.
ഇതേപോലെയുള്ള സമരം കൈവിട്ടു പോകുന്ന സമരമാണ് എന്ന്. അവിടെ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അപ്പോൾ എല്ലാം ഞങ്ങൾ സമാധാനപരമായി ചെയ്തു കൊള്ളാം, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇന്നെന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ ഇടയിൽ രാജ്യവിരുദ്ധരെ നുഴഞ്ഞു കയറി, സാമൂഹ്യ ദ്രോഹികൾ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞ് വിലപിക്കുകയല്ലേ? ഇതല്ലേ കേന്ദ്രം നേരത്തെ അങ്ങോട്ട് പറഞ്ഞത്? അപ്പോൾ അത് മുഖവിലേക്ക് എടുക്കാതെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ അക്രമികൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടി രാജ്യ തലസ്ഥാനം വിട്ടുകൊടുക്കുകയും റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തെ നാണം കെടുത്തുകയും ചെയ്ത ഒരു തരത്തിലേക്കല്ലേ ഈ സമരം കൊണ്ടുവന്ന് എത്തിച്ചത്? അവിടെ ആരാണ് പരാജയപ്പെട്ടത്? സർക്കാരല്ല. പരാജയപ്പെട്ടത് വിവരമില്ലാത്ത, ഭാവനാശൂന്യരായ, അതുപോലെ തന്നെ രാജ്യവിരുദ്ധരുടെ കൈകളിലെ കളിപ്പാവകളായി മാറിയ കർഷക സംഘടനാ നേതാക്കൾ എന്ന് പറയുന്നവരാണ് ഇവിടെ പരാജയപ്പെട്ടത്. രാഷ്ട്രം പരാജയപ്പെട്ടിട്ടില്ല, സർക്കാർ പരാജയപ്പെട്ടിട്ടില്ല. രാഷ്ട്രത്തെയും സർക്കാരിനെയും നാണം കെടുത്താൻ വേണ്ടി അങ്ങനെയാണ് ശ്രീ ജയസൂര്യൻ, താങ്കളുടെ ഒരു ആദ്യ നിഗമനം ആ തരത്തിലാണ് പോകുന്നതെങ്കിൽ അതിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ ഇത് ആഗ്രഹിച്ചിരുന്നു, സർക്കാർ ഈ രൂപത്തിൽ ഇത് നടക്കട്ടെ എന്ന നിലയിൽ നിങ്ങളിപ്പോൾ വിശദീകരിക്കുന്ന തരത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ പാകത്തിന് നിന്നുകൊടുത്തു. ഒന്ന്, അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? രണ്ട്, ഒരു നിമിഷം, ഇപ്പോൾ കർഷക സംഘടനകൾ പറഞ്ഞത് എന്താണ്? ലക്ഷക്കണക്കായ ആളുകൾ ട്രാക്ടർ റാലിയുമായി ദില്ലിയിലേക്ക് വരും, രാജ്യ തലസ്ഥാനത്തേക്ക് വരും, ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞു. അതവർ ചെയ്തില്ലേ? അവർ ചെയ്തു എന്ന് മാത്രമല്ല, ചെങ്കോട്ടയിലെ കർഷക സംഘടനകൾ അവർ പിടിച്ച കൊടി കെട്ടിയെങ്കിൽ അത് അവർ ഉന്നയിച്ച സമരത്തിൻ്റെ വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് അക്കാര്യത്തിലില്ലേ? അതിനെ കലാപകാരികളും രാജ്യവിരുദ്ധ ശക്തികളുമായി ചിത്രീകരിക്കുന്നത് ശരിയായ നടപടിയാണോ? ശരിയായ നടപടിയാണെന്ന് പറഞ്ഞത് ഞാനല്ല കർഷക നേതാക്കൾ പത്രസമ്മേളനം വിളിച്ച് വൈകിട്ട് പറഞ്ഞതാ ഇന്ന്. അതിൽ കർഷക നേതാക്കൾ എന്താ പറഞ്ഞത്? ആ സമരം ഞങ്ങളുടേതല്ല, ഞങ്ങളത് തള്ളിക്കളയുന്നു, അത് രാജ്യവിരുദ്ധരുടെ നടപടിയാണ്, അത് സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറഞ്ഞത് BJP അല്ല, കർഷക സംഘടനയുടെ നേതാക്കന്മാരാ ഇപ്പൊ ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞത്. അപ്പോ അവർക്ക് തള്ളേണ്ടി വന്നില്ലേ? കർഷക സംഘടനാ സംവിധാനം രണ്ടായിട്ട് നെടുക പിളർന്നില്ലേ? കുറെ പേര് പരിപാടി സമാധാനപരമായി നടത്തി, പോലീസിനോടും സർക്കാരിനോടും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട്, രാജ്യഭക്തി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവർ സമാധാനപരമായി സമരം നടത്തി തിരിച്ചുപോയി. മറ്റൊരു കൂട്ടർ എന്താ ചെയ്തത്? 12 മണിക്ക് പകരം രാവിലെ 8:30 വന്ന് ബാരിക്കേഡ് പൊളിച്ച് നേരെ ടൗണിനകത്തേക്ക് കയറി രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനും അക്രമം കാണിക്കാനും വേണ്ടി വന്നു. അപ്പോൾ അത് വിജയമാണോ? കർഷക സംഘടനാ നേതാക്കൾ തള്ളിപ്പറഞ്ഞല്ലോ സമരത്തെ, പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ മഹത്വവൽക്കരിക്കാൻ പോകുന്നത്? ശരി, താങ്കളുടെ ആദ്യവാദം ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ കർഷക സംഘടനകൾ എടുത്ത ശ്രീ NN കൃഷ്ണദാസും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവും കൂടി ചർച്ചയിലേക്ക് എത്തുകയാണ്. ശ്രീ ഷാജി ജോസഫും ചർച്ചയിലെത്തിയിട്ടുണ്ട്. ശ്രീ NN കൃഷ്ണദാസ്, BJP വക്താവ് നേതാവ് ശ്രീ ജയസൂര്യനാണ് ചർച്ച തുടക്കം കുറിച്ചത്. അദ്ദേഹം പ്രയോഗിച്ചത് കലാപകാരികൾ, രാജ്യവിരുദ്ധ ശക്തികൾ അവരാണ് സമരത്തെ ഇങ്ങനെയൊക്കെ മാറ്റിയത്. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സമരത്തിനകത്തേക്ക് അത്തരം ശക്തികളുടെ നുഴഞ്ഞുകയറ്റമുണ്ട്, അതുകൊണ്ട് കരുതൽ വേണം. അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷണം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഒന്ന്. രണ്ട്, കർഷക സംഘടനകൾ തന്നെ ഇപ്പോൾ അതിശക്തമായി വന്ന ട്രാക്ടർ റാലി, ചെങ്കോട്ടയ്ക്ക് മുകളിൽ കർഷക സംഘടനകൾ അവരുടേതായ ഏതോ സംഘടനയുടെ കൊടി ഉയർത്തിയതൊക്കെ തള്ളിപ്പറഞ്ഞു എന്ന ഒരു നിലപാട് കർഷക സംഘടനകൾ ആ നിലയിൽ നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞില്ലേ? അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമാണ്, സമരം നെടുക പിളർന്നു. ഈ പ്രാഥമിക വിശകലനമാണ് താങ്കൾ ഈ ചർച്ചയിലേക്ക് വരും മുമ്പ് BJP നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് ലോകവും നമ്മുടെ രാജ്യവും കണ്ടത്, ഇന്ത്യയിൽ ഇപ്പോൾ നിർഭാഗ്യവശാൽ അധികാരത്തിലുള്ള തീവ്ര വലതുപക്ഷ സർക്കാരും രാജ്യത്തെ ജനസംഖ്യയിലെ 60% വരുന്ന കർഷകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കർഷകർ വിജയിച്ചതായി ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. വലിയ പോരാട്ടത്തിലേക്ക് കർഷകർ വന്നു. ആ കർഷക മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചുപോയി ഇന്ത്യ ഗവൺമെൻറ്. രാജ്യം ഇവർ പറഞ്ഞല്ലോ, ഇപ്പോൾ കർഷക സമരം ഭിന്നിച്ചു. കർഷക സമരമല്ല ഭിന്നിച്ചത്, ഇന്ത്യ ഗവൺമെൻറ് ഒറ്റപ്പെടുകയും ജനങ്ങൾ കർഷക സമരത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയും കർഷക മുന്നേറ്റത്തിന് മുന്നിൽ ഗവൺമെൻറ് സ്തംഭിച്ചു നിൽക്കുകയും സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഗവൺമെൻറ് കർഷക വിരുദ്ധമായതുകൊണ്ട് തന്നെ രാഷ്ട്രദ്രോഹികളുടെ ഭരണമാണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ളത് രാഷ്ട്രദ്രോഹികളുടെ ഭരണമാണ്. ഇന്ത്യ വിരുദ്ധരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രദ്രോഹികളുടെ ഭരണം ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത്.
ആകെ നമ്മുടെ ജനസംഖ്യയുടെ 60% ജനങ്ങൾ ജീവസന്ധാരണത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. ആ കാർഷിക മേഖലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് രാഷ്ട്രദ്രോഹികളായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ആ സമരത്തിൻ്റെ മുമ്പിൽ ഇവർ പകച്ചുപോയി. എന്നിട്ട് ചില തൊടിന്യായങ്ങളൊക്കെ പറയാൻ അവർക്ക് സാധിക്കും. അതിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കർഷക മുന്നേറ്റത്തിന് മുമ്പിൽ ഇന്ത്യ ഗവൺമെൻറ് മുട്ടുമടക്കേണ്ടി വരും. അങ്ങനെ മുട്ടുമടക്കാതെ ഇവർക്ക് ഈ സമരത്തെ അടിച്ചമർത്താനും സാധ്യമല്ല. അപ്പോൾ അർദ്ധസൈനികരെയൊക്കെ ഇവർ രംഗത്തിറക്കി പറഞ്ഞു, ഇന്ത്യയിലെ പട്ടാളത്തെ കർഷകരുടെ നേർക്കാണോ ഇപ്പോൾ ഇവർ അതിർത്തിയിൽ വേറെ യുദ്ധമൊന്നുമില്ല, അതുകൊണ്ട് പട്ടാളക്കാരെ ഐഡിയലായിട്ട് വെറുതെ ഇരിക്കണ്ട, എന്നാൽ കൃഷിക്കാരെ നേരിട്ടോട്ടെ എന്ന വിധത്തിൽ അതിർത്തി കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കർഷകരുടെ നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കുകയാണോ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത്? അങ്ങനെ രാഷ്ട്രദ്രോഹികളുടെ ഇന്ത്യ ഗവൺമെൻറ്റും രാഷ്ട്രസ്നേഹികളുടെ പോരാട്ടവും എന്ന വിധത്തിൽ ഇന്ത്യയിൽ ഈ പോരാട്ടം മാറുകയാണ്. ജനങ്ങളെല്ലാവരും ഈ സമരത്തിന് പിന്തുണയ്ക്കുകയാണ്. അവിടെ ഉണ്ടായ ചെറിയ ഒറ്റപ്പെട്ട 1-2 സംഭവം കൊണ്ട് ഗവൺമെൻറ് രക്ഷപ്പെടുന്നതാണോ ഇവരുടെ വിചാരം? ഗവൺമെൻറ് ഒറ്റപ്പെടുകയാണ്. ഗവൺമെൻറ് ഒറ്റപ്പെടുകയും ലോകത്തിന് മുമ്പിൽ ഇന്ത്യയിലെ രാഷ്ട്രവിരുദ്ധരും കർഷക വിരുദ്ധരുമായിട്ടുള്ള ഗവൺമെൻറ് അപഹാസ്യരായി തീരുകയുമാണ്. രാഷ്ട്ര തലസ്ഥാനം കർഷക മുന്നേറ്റത്തിന് മുമ്പിൽ ഇതുപോലെ സ്തംഭിച്ച് നിന്നിട്ടുള്ള ഒരു കാലമുണ്ടായിട്ടില്ല. അങ്ങനെ അവരുടെ ജാള്യത മറയ്ക്കാനാണ് ഈ വിധത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP ഗവൺമെൻറ്റിനോട് രാഷ്ട്രമാകെ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ കർഷക വിരുദ്ധ നിയമം പിൻവലിക്കൂ, രാഷ്ട്രത്തെ രക്ഷിക്കൂ. രാഷ്ട്രത്തെ രക്ഷിക്കാൻ കർഷക വിരുദ്ധ നിയമം പിൻവലിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ സമരം കൂടുതൽ ശക്തമായി മുമ്പിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതാണ് ഇന്ന് ഈ സമരത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഞാൻ ഈ ഡിബേറ്റിൽ എത്താൻ 2 മിനിറ്റ് വൈകിയതുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സമീപ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ എന്താണ്, എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് എനിക്ക് ഈ ഡിബേറ്റിൽ പറയാൻ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ഞാൻ വരാം. ശ്രീകൃഷ്ണദാസ്, അത് താങ്കൾ അല്പം വൈകിപ്പോയത് കൊണ്ട് അതാണ് BJP നേതാവ് ശ്രീ ജയസൂര്യൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രീകൃഷ്ണദാസിനോട് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം അതേക്കുറിച്ചാണ് BJPയുടേതായ ഒരു വിലയിരുത്തൽ നടത്തിയത്. ഞാൻ സത്യത്തിൽ ഇനി ശ്രീ സുരേഷ് ബാബുവിൻ്റെ ആദ്യ പ്രതികരണത്തിലേക്കാണ് പോകേണ്ടത്, കോൺഗ്രസ് നേതാവ്. പക്ഷേ ശ്രീ സുരേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ ഷാജി ജോസഫിലേക്കൊന്ന് പോകാം. വളരെ ദീർഘകാലമായി ദേശീയ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ഡൽഹിയിൽ നിന്നടക്കമുള്ള വിവരങ്ങളെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒരുപക്ഷെ നിങ്ങൾ 3 പേർക്കും നിങ്ങളുടെ വാദങ്ങളെ കുറെ കൂടി ശക്തമായി അവതരിപ്പിക്കാൻ ഗുണം ചെയ്യും. ശ്രീ ഷാജി ജോസഫ്, അതായത് ഇന്ന് രാവിലെ മുതലുണ്ടായ സംഭവങ്ങൾ, കർഷക സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ ട്രാക്ടർ റാലിയുമായി ലക്ഷക്കണക്കിന് കർഷകർ, ജനങ്ങൾ റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി പരേഡ് നടത്തും. അതവർ നടത്തി. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം ചെങ്കോട്ടയ്ക്ക് മുകളിൽ കൊടി കെട്ടുന്ന നിലയിൽ വരെ ആ സമരം മറ്റൊരു തരത്തിൽ വിജയിക്കുന്നത് കണ്ടു. തലങ്ങും വിലങ്ങും ട്രാക്ടറുകൾ ഓടുന്നത് കണ്ടു. ഇതിനിടയിൽ പോലീസ് വെടിവെപ്പിൽ ലക്ഷ്യം തെറ്റിയ ട്രാക്ടർ മറിഞ്ഞ് ഒരു കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നു. ഇതെല്ലാം ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ പോലെ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കുന്ന നില, ഇതൊക്കെ വാർത്തകളിൽ പുറത്തു വന്ന വിവരങ്ങൾ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഡൽഹിയിലെ വിവരങ്ങളിൽ നിന്ന് ശ്രീ ജയസൂര്യൻ ആദ്യം പറഞ്ഞത് താങ്കൾ കലാപകാരികളാണ്, രാജ്യവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റമാണ്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ സമരം എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നടന്നത്. ഈ വിഷയം നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ ഷാജി ജോസഫ് ആദ്യം എന്തു പറയും? ഇന്നത്തെ സമരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ വളർന്ന ഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ അവസാനം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഇന്ന് സംഭവിച്ചതിനെക്കുറിച്ചും. ശരത്തെ, ഇന്ന് ഡൽഹിയിൽ അരങ്ങേറിയ ആ സമരത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത്, അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വയലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് ഈ രാജ്യം റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ എന്താണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്? ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന കർഷകർ കഴിഞ്ഞ 2 മാസമായി 2.5 മാസമായി അവർ
ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലകൊണ്ട് അവർ എതിർക്കുന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നു. ഈ ആവശ്യത്തെ കൗശലത കൊണ്ട് നേരിടാമെന്ന് കരുതുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്ന കർഷകരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതിനെ കൗശലപൂർവമായ നീക്കങ്ങൾ കൊണ്ട്, ഈഗോ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ് വിളിച്ചു വരുത്തിയ ഒരു വിന തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ അരങ്ങേറിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 11 പ്രാവശ്യം ഈ കർഷകരുടെ പ്രതിനിധികളുമായി സംസാരിക്കുകയും ഒരിക്കൽ പോലും അവരുടെ ഡിമാൻഡ്സിൻ്റെ ആത്മാവ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കർഷക സമരത്തെ നേരിടുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. അത് മനസ്സിലായി, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഈ ചർച്ചയിലേക്ക് വരികയും. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം അതിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസുകളിൽ നിന്ന് ശ്രീ ഷാജി ജോസഫിന് മനസ്സിലാകുന്നത് എന്താണ്? നിരവധിയായ കർഷക സംഘടനകളുടെ കോർഡിനേഷനാണ് ഈ സമരം ചെയ്യുന്നത്. ഈ ഡൽഹി അതിർത്തികൾ കേന്ദ്രീകരിച്ചു വന്ന സമരം, അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകൾ, ഓൾ ഇന്ത്യ കിസാൻ സഭയും CPIയും കെ രാഗേഷും കൃഷ്ണപ്രസാദും ഒക്കെ അടങ്ങുന്ന, KN ബാലഗോപാലും ഒക്കെ അടങ്ങുന്ന, വിജു കൃഷ്ണനും ഒക്കെ അടങ്ങുന്ന സംഘം ഷാജഹാൻപൂരിൽ സമരം ചെയ്തു. അത് കുറച്ചാകില്ല. അപ്പോൾ ഈ പല നിലകളിൽ നടക്കുന്ന സമരങ്ങൾ. ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് വന്ന ട്രാക്ടർ റാലി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് BJP ഉന്നയിക്കുന്ന ഒരു ആക്ഷേപത്തിൻ്റെ, വിമർശനത്തിൻ്റെ സ്വരം താങ്കൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയെക്കുറിച്ച് താങ്കളുടെ ഡൽഹി സുഹൃത്തുക്കൾ നൽകുന്ന വിവരം എന്താണ്? ശ്രീ ജയസൂര്യൻ അല്പം മുൻപ് പറഞ്ഞല്ലോ, ഇത് ദേശവിരുദ്ധരുടെ ഡൽഹിയിൽ കടന്നുള്ള പ്രവർത്തനമാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് ഇന്നുണ്ടായത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഡൽഹിയെ ദേശവിരുദ്ധ ശക്തികളാണ് കഴിഞ്ഞ 2-2.5 മാസമായി വളഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുകയായിരുന്നു? അവരുടെ പുറകിൽ ഫണ്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും സ്പോൺസർ ചെയ്യുന്നതും ചൈനയും പാകിസ്ഥാനും ഖലിസ്ഥാനും ഒക്കെ ആണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും നിയമവാഴ്ചയെ ഈ പ്രത്യേക ദിനത്തിൽ, ഇന്ത്യയുടെ അഭിമാനമായ ഈ ദിവസത്തിൽ, ഡൽഹിയെ പോലുള്ള ഇന്ത്യയുടെ തലസ്ഥാനത്ത് നിയമവാഴ്ച നടപ്പാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് ഭരണപരാജയം എന്ന് പറയുന്നത്? ഒരു ശക്തമായ സമരത്തിന്റെ ഇതുവരെ കാണാത്ത കാഴ്ചകളാണോ ഡൽഹിയിൽ ഇന്ന് കണ്ടത്? തീർച്ചയായിട്ടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 6 സമരങ്ങൾ മാത്രമാണ് ഇതുപോലെ ഇന്ത്യയിലെ ഭരണവർഗത്തെ ആട്ടിയുലയ്ക്കുന്ന സംഭവങ്ങളായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഗവൺമെൻറ്റിന് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ, കർഷകരുടെ ആവശ്യത്തെ കേൾക്കാനുള്ള തയ്യാറെടുപ്പില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ന് പോയിരിക്കുന്നത്. ജനങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ പരീക്ഷിച്ചാൽ, അവരുടെ അവകാശങ്ങൾ ഇവിടുത്തെ ഭരണഘടനയെ അനുവദിക്കുന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുമ്പോൾ നൽകാതിരുന്നാൽ, അവർക്ക് മുൻപിൽ വേറെ വഴിയില്ലെങ്കിൽ അവർ അവരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും. ഇത് പറയുമ്പോഴും ഒരു കാര്യം ശരത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേശീയ തലത്തിലെ കർഷകർ കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ, ഇന്നു മുതൽ ഈ രാജ്യത്തിന് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഈ കർഷകർ, പ്രതിഷേധിക്കുന്ന കർഷകർ ഡൽഹിക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ശരത് നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ അഭിമാനമായ ചെങ്കോട്ടയുടെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാകയല്ലാതെ മറ്റൊന്നും പറപ്പിക്കാൻ ഇതുവരെ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. ഇന്ന് അവിടെ ഈ കർഷകർ ചെയ്തത് നമ്മുടെ ദേശീയതയ്ക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് വിളിച്ചു വരുത്തിയത് ആരാണ് എന്നതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന കൗശലപൂർവമായ ഒരു ഭരണത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. BJP നേരിടുന്ന അടിസ്ഥാനപരമായ വിമർശനവും ചോദ്യവും പ്രധാനമന്ത്രിയും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ നേരിടുന്ന ഒരു വിമർശനവും അവിടെ ആ തരത്തിലുണ്ട്. ശ്രീ ജയസൂര്യൻ, ഞാൻ താങ്കളാണതിൽ മറുപടി പറയേണ്ടത് ഈ വിമർശനങ്ങൾക്ക് എന്നുള്ളതുകൊണ്ട്. എങ്കിലും അതിനു മുമ്പ് ശ്രീ സുരേഷ് ബാബു, ഇന്നത്തെ ഒരു ദിവസം വാർത്തകളൊക്കെ കണ്ടതുപോലെ ബാരിക്കേഡുകൾ വെച്ച് ട്രാക്ടറുകൾ തടയാൻ നോക്കി, ബാരിക്കേഡും തകർത്ത് ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് കടന്നു വന്നു. പിന്നീട് കോൺക്രീറ്റ് ബ്ലോക്കുകൾ റോഡിൽ നിരത്തി ട്രാക്ടറുകൾ തടയാൻ ശ്രമിച്ചു. അതും അവർ
നിഷ്പ്രഭമാക്കി മാറ്റി. കാരണം അത്ര വലിയ ജനക്കൂട്ടമാണ് സമരമായി മുന്നോട്ട് വന്നത്. പോലീസ് നിസ്സഹായരായി മാറേണ്ടി വരുന്നു. ആദ്യം അടിച്ചമർത്താൻ നോക്കുന്നു, പിന്നീട് നിസ്സഹായരായി മാറിക്കൊടുക്കേണ്ടി വരുന്നു. ഈ രൂപത്തിൽ ക്ഷണിച്ചു വരുത്തി 60 ദിവസം പിന്നിട്ട് ഒരു സമരത്തിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന എല്ലാത്തരം വളരെ വൈകാരികമായി വല്ലാത്ത അവസ്ഥകളിലേക്ക് ഒരു സമരത്തെ പോകും വിധം കേന്ദ്ര സർക്കാർ തന്നെയാണോ ഇന്നത്തെ സാഹചര്യങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദി കോൺഗ്രസിന്റെ വിലയിരുത്തലിൽ? ഈ സമരത്തിന്റെ കാരണത്തിന് പ്രധാനമായും കേന്ദ്ര സർക്കാരും ഭരണവർഗവുമാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കാൻ, അതെ, അത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതുമാണ്. അതെ, അത് തർക്കിക്കാൻ ആരും വരുവിൽ തോന്നുന്നില്ല. കാരണം രണ്ടാം NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഏകദേശം 2 സഭകളിലും ഭൂരിപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിച്ചതിന് ശേഷമാണ് ഇത്തരം ചില അടിസ്ഥാന നിയമങ്ങളിൽ നേരത്തെ കാലങ്ങളായി 10 വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന ചില അടിസ്ഥാന നിയമങ്ങളെയെല്ലാം മാറ്റി എഴുതാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാനൊരു ചർച്ചയിൽ നേരത്തെ കേട്ടു, BJPയെ പ്രതിനിധീകരിക്കുന്ന സ്നേഹിതന്മാര് നേരത്തെ ഇന്നല്ല കുറച്ചു മുമ്പ് കേട്ടു, ഞങ്ങൾ ഇതെല്ലാം മാറ്റി എഴുതാൻ തന്നെ വേണ്ടിയാണ് അധികാരത്തിലേക്ക് വന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നതും എനിക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പൊ മാറ്റിയെഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിഷേധിക്കപ്പെടേണ്ടുന്ന ഒരു വാക്കോ ഒരു പ്രയോഗമോ അല്ല. മാറ്റി എഴുതേണ്ടത് എല്ലാ തരത്തിലും മാറ്റി എഴുതുക തന്നെ വേണം. പക്ഷേ മാറ്റി എഴുതുന്ന ഏത് വസ്തുവും ഏത് രേഖകളും ഏത് വിഭാഗത്തിനെയാണോ ബാധിക്കുന്നത് ആ വിഭാഗത്തിന് സംതൃപ്തമാകണമെന്ന ഒരു സാമാന്യ നീതി ഈ രാജ്യത്തിന്റെ പൊതുഘടനയിൽ ഉണ്ടല്ലോ. ആ ഘടന അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ്? ചില കാര്യങ്ങൾ കാലാകാലങ്ങളായി ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് ഉന്നയിക്കുകയും ആ ഉന്നയിക്കുന്നത് നടപ്പിലാക്കുവാൻ അവർക്ക് അധികാരമില്ലാതിരിക്കുകയും ചെയ്തപ്പോ അധികാരം കിട്ടിയപ്പോൾ അത് നടപ്പാക്കിയിട്ടുണ്ട്. എതിർക്കേണ്ടുന്നവർ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല. ഇത് കാർഷിക നിയമം, തൊഴിൽ നിയമങ്ങള് തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരായ, രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരായ മുഴുവൻ ജനവിഭാഗത്തെയും ഒരുപോലെ ബാധിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് എത്ര ജനസംഖ്യയുണ്ടോ അത്രയും ജനസംഖ്യ, ഒപ്പം തന്നെ മറ്റിതര ജീവജാലങ്ങൾ, എല്ലാ ജന്തുക്കളും എല്ലാവർക്കും ആവശ്യമാണ് ഭക്ഷ്യസാധനങ്ങൾ. അവ പണം കയ്യിലുള്ളത് കൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒരു വിഷയമല്ല. അവ ഉത്പാദിപ്പിക്കപ്പെടണം. അത് മണ്ണിൽ നിന്ന് വിളയണം. ആ മണ്ണിനോട് മല്ലടിക്കുന്നവരാണ് കർഷകർ. ആ കർഷകർക്ക് അവർക്കാവശ്യമില്ലാത്ത ഒരു നിയമം, അവർക്കാവശ്യമില്ലാത്ത ഒരു സംവിധാനം, അതെന്തിന് എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇത് കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്, അവർ കൂടുതൽ സമ്പന്നരാകാൻ പോകുന്നതാണ് എന്ന് ഒരു വിദ്യാദിത്യം പോലെ പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ ഇന്ന മേഖലകളിലൂടെയാണ് ഇത് കർഷകന് ഗുണം ചെയ്യാൻ പോകുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിഷേധിക്കുന്ന കർഷകരുടെ ഭാഗത്താണ് ന്യായയുക്തമായിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ സംഭവത്തിലേക്ക് വന്നാൽ 2 മാസക്കാലമായി 2 മാസത്തിലധികമായി മേൽക്കൂരയില്ലാത്ത കൊടും തണുപ്പിനെയും കൊടും ചൂടിനെയും ഒക്കെ അവഗണിച്ചും വിഗണിച്ചും ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഒത്തുകൂടിയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഇനിയും ക്ഷമിക്കണം എന്ന് പറയാൻ മനസാക്ഷിയുള്ള ആളുകൾക്ക് കഴിയില്ല. ഞാൻ ശ്രീ സാജി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാണിക്കപ്പെട്ട അതിക്രമങ്ങളോട് ഒരു തരത്തിലും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, അതിനെ ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അത് പക്ഷേ അതിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഈ കർഷകരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയവരും ഈ സംഭവത്തിന് ഉത്തരവാദികളാണ് എന്ന് വളരെ മൃദുവായ ഭാഷയിൽ നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ശ്രീ ജയസൂര്യൻ, ഈ വിമർശനങ്ങളിൽ വളരെ വ്യക്തമായി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം, ഈ നിലയിലെ സാഹചര്യങ്ങൾ ക്ഷണിച്ചു വരുത്തിയതിൽ ഇന്നത്തെ നമ്മളിപ്പോൾ ഈ നയങ്ങളും നിയമവും തൽക്കാലം ഒന്ന് മാറ്റിവെച്ചാൽ ഇന്നത്തെ സമരം, ആ സമര രീതി, ആ സമരത്തെ കൈകാര്യം ചെയ്ത കേന്ദ്ര സർക്കാർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സമാനതകളില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ കേന്ദ്ര സർക്കാരിന് വലിയ പങ്കുണ്ട്. 1. 2,
ഈ പറഞ്ഞതുപോലെ 60 ദിവസം പിന്നിട്ട് മഴയത്തും തണുപ്പത്തും കഴിയുന്ന മനുഷ്യർ, അവരുടെ ക്ഷമയെ പരീക്ഷിക്കും വിധമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, ഇതെല്ലാം അടങ്ങുമ്പോൾ വൈകാരികമായ പ്രതികരണത്തെ തള്ളിപ്പറയുക എന്നുള്ളത് കർഷക സംഘടനകളുടെ ഉത്തരവാദിത്വമല്ലേ? അതവർ വൈകിട്ട് ചെയ്തതിനെ മാത്രം ഉയർത്തിക്കാട്ടി അതുകൊണ്ട് തന്നെ സമരം ഏതാണ്ട് സമരമാകെ തകർന്നു എന്ന വിലയിരുത്തൽ രാഷ്ട്രീയമായി അപക്വമല്ലേ ശ്രീ ജയസൂര്യൻ? കാരണം ട്രാക്ടർ റാലി അവർ നടത്തി, രാജ്യ തലസ്ഥാനത്തെത്തിച്ചു, അതിനെ തടയാനുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അവർ വിഫലമാക്കി. അതിനപ്പുറത്തേക്ക് വന്നിട്ടുള്ള അതിക്രമങ്ങളെയും വൈകാരിക പ്രകടനങ്ങളെയും ചെങ്കോട്ടയിൽ കൊടിയുയർത്തതിനെയും ഒക്കെ നമുക്കൊരു പരിഷ്കൃത ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമുക്ക് വിമർശിക്കാം, നമുക്ക് തള്ളിപ്പറയാം. അതെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അടിസ്ഥാനപരമായ ആ സമരത്തിൻ്റെ ആ കടന്നുവരവിൻ്റെ ഒരു വല്ലാത്ത മെസ്സേജുള്ളേ, അത് നോക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ശ്രീ ജയസൂര്യൻ്റെ അടുത്ത് പറയാം. ഒന്ന്, ഈ സമരം ഓരോ ഘട്ടത്തിലും ഈ സംഘടനകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അത് പരാജയപ്പെട്ടില്ലേ? അതുപോലെ തന്നെ ഖാലിസ്ഥാൻ വാദം, താങ്കൾ ഈ ഉന്നയിച്ച ഖാലിസ്ഥാൻ വാദം നേരത്തെ മുതൽ ആരോപിച്ചു തുടങ്ങിയില്ലേ? അതും ഏറ്റുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ. അതുപോലെ NIA ഇറക്കാൻ ശ്രമിച്ചു, അതും പരാജയപ്പെട്ടില്ലേ? ഹരിയാന പോലീസിൻ്റെ ചാരന്മാർ എന്നാരോപിച്ച് ഈ കർഷക പ്രവർത്തകർ തന്നെ, സമരക്കാർ തന്നെ അതിനിടയിൽ കടന്നു കയറിയവരെ പിടികൂടിയില്ലേ? സുപ്രീം കോടതിയെ ഇടപെടിച്ച് ഈ റാലി അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടും അതും നടക്കാതെ പോയില്ലേ? അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് ഒരു ജനാധിപത്യ സർക്കാർ ഈ സമരത്തിന് നേരെ പ്രവർത്തിച്ചത്? ഒരിക്കലുമല്ല. ജനാധിപത്യ സർക്കാർ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് ഈ സമരത്തോട് പ്രതികരിച്ചത്. ഈ സമരം നടത്തണ്ട എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, ഈ സമരം നടത്താൻ പാടില്ല എന്ന് എതിർത്തിട്ടുമില്ല. സമരം നടക്കുന്നതിന് പോലീസ് നിർദ്ദേശിച്ച, അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നിശ്ചയിച്ച സ്ഥലത്തും സമയത്തും ആ സമരം നടക്കണം. അത് റിപ്പബ്ലിക് ദിനമാണെങ്കിൽ പോലും, കാരണം റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് സമരം നടത്തിയാലേ ലോക ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുള്ളൂ, ജനങ്ങൾ ശ്രദ്ധിക്കുള്ളൂ എന്നെങ്കിൽ ആയിക്കോട്ടെ, അത് സമരത്തിന്റെ ഒരു തന്ത്രമായിരിക്കാം, അതിലേക്കും അംഗീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് തന്നെ സമരം നടന്നോട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അവിടെ കർഷകരാണ്, കർഷക നേതാക്കളാണ് എന്നുള്ള വാദം മുഖവിലക്കെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷേ പണ്ട് മുതൽ തന്നെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഇത് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നേരത്തെ പറഞ്ഞു, ഈ സമരം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, സൂക്ഷിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ശ്രീ ജയസൂര്യൻ കൈവിട്ടുപോയി എന്ന് പറയുന്നത് കർഷകരുടെ വികാരം അത്രമേൽ വലുതാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നത് കൊണ്ടല്ലേ? അല്ലാതെ അതിനകത്ത് കൊള്ളക്കാരാണ് നിങ്ങളാണ് കാണുന്നത്. സമരത്തിന്റെ ആവേശവും ശക്തിയും പ്രതിഷേധവും കൂടുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു, നിങ്ങൾ മടങ്ങണം. വരുന്ന പുതിയ വാർത്തകൾ, നഗരങ്ങളിൽ നിന്ന് അവർ സമരകേന്ദ്രങ്ങളിലേക്ക്, നഗരാതിർത്തിയിലെ സമരകേന്ദ്രങ്ങളിലേക്ക് കർഷകർ മാറുന്നു. അമരീന്ദർ സിംഗ് എന്ന മുഖ്യമന്ത്രിയുടെ ആശങ്ക ആ തരത്തിൽ എന്തുകൊണ്ട് BJP കാണുന്നില്ല? ആ തരത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് BJP അതിനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയത്. അപ്പോൾ എന്തായിരുന്നു സമരക്കാരുടെ പ്രതികരണം? അതായത് ഈ സമരത്തിന്റെ ഇടയിൽ സാമൂഹ്യ വിരുദ്ധരുണ്ട് എന്ന് ഇന്ന് സമര നേതാക്കന്മാർക്ക് പറയാമെങ്കിൽ അന്ന് അത് സർക്കാർ പറഞ്ഞു, അതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരെ നിങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ചെന്നു. അപ്പൊ പോലീസിനെ വിട്ട് ഞങ്ങളെ ഒതുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടാക്കിയില്ലേ? അപ്പോ പോലീസ് കടക്കരുത്, ഞങ്ങൾ കടത്തില്ല, ഞങ്ങൾ താമസിക്കുന്നിടത്ത്, ഞങ്ങൾ തമ്പടിക്കുന്നിടത്ത് സാമൂഹ്യ വിരുദ്ധരെ തിരിച്ചൊരു ആരോപണമാണ് ജയസൂര്യൻ. ഒരു നിമിഷം, അതായത് ഈ സാമൂഹ്യ വിരുദ്ധരെയും പോലീസിനെയും ഒക്കെ നുഴഞ്ഞു കയറ്റിവിട്ട് ഈ സമരത്തെ ദുർബലപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും അപായപ്പെടുത്താനും കർഷക നേതാക്കളെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നത് ജയസൂര്യൻ പറയുന്ന വിധത്തിലല്ല കർഷക നേതാക്കൾ പറയുന്നത്. അതിലൊരു കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഭരണമുന്നണിയുടെയും താല്പര്യങ്ങൾ നിഴലിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കർഷക നേതാക്കൾ ഇത് പറയുന്നതിന് മുമ്പാണല്ലോ പഞ്ചാബ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തത്. ഇതില് സാമൂഹ്യ വിരുദ്ധർ വരും, ഇതിന് പല ശക്തികളും ഇതിനകത്ത് കയറും, ഇത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ ചെന്നപ്പോഴാണ് ഇതാ ഞങ്ങളുടെ ഇടയിലേക്ക് പോലീസിനെ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയത്. അന്നത് അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് നേതാക്കന്മാർക്ക് പശ്ചാത്തപിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ, ഇന്ന് വൈകുന്നേരം പറഞ്ഞ വാക്ക് പറയേണ്ടി വരുമായിരുന്നില്ലോ. അപ്പൊ സാമൂഹ്യ വിരുദ്ധരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കിയിട്ട് കർഷകർ സമാധാനപരമായിട്ട് ഈ സമരം ചെയ്തിരുന്നുവെങ്കിൽ എത്രമാത്രം അന്തസ്സായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ഇതിപ്പോ കർഷകരുടെ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയില്ലേ? അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും റിപ്പോർട്ടുകൾ അവഗണിച്ചില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് അമരീന്ദർ സിംഗിന് വീണ്ടും പറയേണ്ടി വന്നത്, നിങ്ങൾ പിൻവാങ്ങൂ, നിങ്ങൾ പിൻവാങ്ങൂ. കാരണം പഞ്ചാബിലെ പ്രദേശങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹം, നാളെ അവിടെ അദ്ദേഹവും മറുപടി പറയേണ്ടതാ പ്രശ്നമുണ്ടായാൽ. അതുകൊണ്ട് അദ്ദേഹം അവരോട് പിൻവാങ്ങാൻ പറഞ്ഞു. അത് മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തന്നെ കേന്ദ്രം പറഞ്ഞപ്പോൾ എന്താ, അത് പോലീസിനെ വിടുകയാണ്, തകർക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ നിങ്ങൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ,
ഇന്ന് ഈ പ്രശ്നമല്ല ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം കൂടെ നുഴഞ്ഞു കയറി വലിയ പ്രശ്നം ഉണ്ടാക്കിയ BJP ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് കൂടെ പറഞ്ഞ സംഗതി പൂർണ്ണമായി. അത്രയല്ലേ പറയാനുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ആ 3 നിയമങ്ങൾ പിൻവലിച്ചാൽ അപ്പോൾ തീരുന്നതേ ഉള്ളൂ. ശ്രീ ജയസൂര്യൻ, കർഷകർ അങ്ങനെയാണ് പറയുന്നത്. നിശ്ചയമായും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ സാഹചര്യങ്ങൾക്ക് ഉത്തരവാദി. അതല്ലേ അവർ പറയുന്നത്? അല്ല, അത് സമരത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അങ്ങനെ പറയാം. അവര് അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. പക്ഷേ അത് പഞ്ചാബിൽ മാത്രം പറഞ്ഞാൽ മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. 502 സംഘടനയുണ്ടെന്ന് ഒരു നേതാവ് പറയും, വേറൊരു നേതാവിനോട് ചോദിക്കുമ്പോൾ 450 ആണെന്ന് പറയും. ഞാനിത് 4 ചാനൽ ചർച്ച ചെയ്തപ്പോൾ 4 വിധത്തിലാണ് പറഞ്ഞത്. എന്തുവാട്ടെ, 502 സംഘടനയുണ്ട്. ചർച്ചയ്ക്ക് വന്നത് 35 പേര്. അതിൽ 33 പേർക്കും പഞ്ചാബി മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ചർച്ച പഞ്ചാബിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സമരം എവിടുന്ന് വന്ന സമരമാണെന്ന് വ്യക്തമല്ലേ? അപ്പൊ പിന്നെ ഇത് അഖിലേന്ത്യാ സമരമാണ്, ഇന്ത്യയിലെ മുഴുവൻ കർഷകർ ഇതിന്റെ പുറകിലുണ്ട്. കണ്ടില്ലേ, 2 ലക്ഷം ട്രാക്ടർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇതുപോലെയുള്ള പ്രക്ഷോഭം നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ. CIA വന്നപ്പോൾ എന്താ പറഞ്ഞത്? പാകിസ്ഥാനിലേക്ക് പോകണം, വത്തിക്കാനിലേക്ക് പോകണം, ക്രിസ്ത്യാനികളൊക്കെ വത്തിക്കാനിലും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ? അതുപോലെ 6000 രൂപ കർഷകർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ, മോദി നിങ്ങളുടെ സ്ഥലമെല്ലാം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ? എന്ന് പറഞ്ഞ പോലെ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഭയപ്പെടുത്തുകയല്ലേ. അദാനി വരുന്നു, അംബാനി വരുന്നു. ആരാ ഈ പറയുന്നത്? ഈ ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുകൊണ്ടാണ്. ഇന്നത്തെ സമര രീതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടി കാര്യങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുകൊണ്ടാണ്. അവിടെ നിന്ന് നമ്മൾ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ഞാനൊന്ന് ഒരു ഇടപെടൽ നടത്തുന്നു. ശ്രീ NN കൃഷ്ണദാസ്, ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്ന BJP നേതാവ് ആവർത്തിച്ച് പറഞ്ഞതും മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതിലും വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ NDA സർക്കാരിൻ്റെ കാലത്ത് കണ്ടൊരു പ്രവണതയാണ് സർക്കാർ പറയുന്ന ഇടത്ത് സമരം ചെയ്യുക എന്ന്. സമരത്തിൻ്റെ രൂപവും സമരത്തിൻ്റെ സ്ഥലവുമൊക്കെ കേന്ദ്ര സർക്കാർ പറയും. ഇതിനെയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിലും ഷഹീൻ ബാഗ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ അവിടെ സമരം ചെയ്യും. ഇവിടെ കർഷകരോടും പറഞ്ഞു. കർഷകർ ആ മൈതാനത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഏതാണ്ട് ഡൽഹി നഗരത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്, കിലോമീറ്ററുകൾ അകലെ. കർഷകർ അത് തള്ളി. അവർ പകരം ശക്തമായി തന്നെ അവർ ആ നഗരത്തെയും ഡൽഹിയെയും ആകെ സമരകേന്ദ്രങ്ങളാക്കി മാറ്റി. ഇവിടെയും അതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് എത്രമാത്രം ജനാധിപത്യപരമായി സമരത്തെ നിർണ്ണയിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണോ? ആ ബോധ്യമാണ് ഈ സർക്കാരിനെ ആകെ നയിക്കുന്നതെങ്കിൽ സമരം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? എന്താണ് സംഭവിക്കുക? അതായത് നമ്മുടെ നാട്ടിൽ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ ജനാധിപത്യ രൂപത്തിൽ നടന്നു വരുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്, ബഹുജന സംഘടനകൾ ചെയ്യാറുണ്ട്, അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാമ്പയിൻ പ്രക്ഷോഭങ്ങൾക്ക് ഒരു വ്യവസ്ഥാപിത രൂപമുണ്ട്. ഒരു ദിവസം ഒരു പ്രശ്നത്തെ ആസ്പദമാക്കി ഒരു കളക്ടറേറ്റ് മാർച്ച്, അല്ലെങ്കിൽ ഒരു ഹർത്താൽ, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉപരോധം, ഇതൊക്കെ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന പ്രചരണ സമരങ്ങളാണ്. അതിനെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നോ എൻ്റെ ഡിബേറ്റുകാർ സ്വീകരിച്ചുകൊള്ളണമെന്നോ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒരു പ്രചരണ സമര സമ്പ്രദായം എന്ന് വേണമെങ്കിൽ അതിന് വിളിക്കാം. ജനാധിപത്യത്തിൽ ഈ പ്രചരണ സമര സമ്പ്രദായവും ഒരു സമരരൂപം തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ പോലീസോ ഭരണ സംവിധാനത്തിലോ പെട്ടവർ ചിലപ്പോൾ അതിൻ്റെ നേതൃത്വത്തോട് നിങ്ങൾ ഇന്ന ഭാഗത്ത് വന്ന് ഇതൊന്ന് അവസാനിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ ഇത്ര മണിക്കൂർ അവിടെ ഇരിക്കാം, പ്രസംഗമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകണം, മറ്റു രീതിയിലേക്ക് പോകരുത്, റോഡ് തടസ്സപ്പെടുത്തരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ധാരണയിൽ നടത്തുന്ന ക്യാമ്പയിൻ പ്രചരണ സമരങ്ങളുണ്ട്. ചില ഇഷ്യൂസ് ആ പ്രചരണത്തിൽ നിൽക്കില്ല. നമ്മളിപ്പോൾ ഒറ്റ ഉദാഹരണം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഒരു ഘട്ടത്തിലും അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള പ്രചരണ സമരമായി നിന്നില്ല. അന്ത്യം വരെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ, സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒരു കാര്യമായിട്ടൊരു കോംപ്രമൈസിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അങ്ങ് പുറപ്പെടുന്നതായിരുന്നു. ചില സമരങ്ങൾ അങ്ങനെ നടക്കൂ. അപ്പം നമ്മളൊരു വ്യവസ്ഥാപിത സമര രീതിയിൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നോളണം എന്ന് ഭരണാധികാരികൾ ശഠിക്കരുത്. അവർക്ക് അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ വികാരവും അതിൻ്റെ പ്രകൃതവും നോക്കി മനസ്സിലാക്കി അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ബുദ്ധി ഉണ്ടാവണം ഭരിക്കുന്നവർക്ക്. കർഷക പ്രശ്നം ഇവർ മനസ്സിലാക്കിയ തെറ്റാ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഭരണകൂടവും മനസ്സിലാക്കിയ തെറ്റാ ഈ പ്രക്ഷോഭം സാധാരണ ഒരു വ്യവസ്ഥാപിത സമരത്തിൻ്റെ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ തീരില്ല. അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷകരാകെ പ്രക്ഷോഭത്തിൽ. അതിന് നിങ്ങൾ ഈ പറയുന്ന വ്യവസ്ഥാപിത സമര രൂപോ വഴിയിൽ വെച്ച് ബാരിക്കേഡ് നടത്തി ഒരു വര വരച്ച് ഇവിടെ ഇരിക്കണം, ഇത്ര മണിക്കൂർ കൊണ്ട് പിരിഞ്ഞു പോകണം,
ഇന്ന സ്ഥലത്തായിരിക്കണം നിങ്ങളുടെ ധാരണ. ഇതൊന്നും പറഞ്ഞാൽ കൃഷിക്കാരികൾക്ക് ഇത് പ്രക്ഷോഭമാണ്, ഇത് പ്രചരണമല്ല, ഇത് ജീവൻ മരണ സമരമാണ്. ആ ജീവൻ മരണ സമരത്തിന് മുമ്പിൽ ഭരണാധികാരികൾ മുട്ടുമടക്കും. കാരണം രാഷ്ട്രത്തിന്റെ മുഴുവൻ പിൻബലമുണ്ട് അതിന് ഞാൻ ഒരിക്കലും ഈ സമരത്തിൽ റഫറിയുടെ റോൾ എടുക്കുന്ന ഒരാളല്ല. അവിടെ ആ ചെയ്തത് കളിയുടെ നിയമാനുസൃതമായിട്ടുള്ള വ്യവസ്ഥയുടെ ലംഘനമാണ്, അതുകൊണ്ട് ഫൗൾ വിസിലടിച്ചു, അങ്ങനെയൊന്നും പ്രക്ഷോഭത്തിലുണ്ടാവില്ല. പ്രക്ഷോഭം എന്ന് പറയുന്നത് വേറെയാ. സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ ഫൗൾ കിക്ക് വരുന്ന സമയത്തൊക്കെ വിസിലടിച്ചിട്ട് നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകുക എല്ലാ ജനകീയ സമരങ്ങളും എങ്ങനെയാ? ഇത് മനുഷ്യരുടെ പ്രക്ഷോഭമാണ്, കർഷകരുടെ പ്രക്ഷോഭമാണ്. ആ കർഷകരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒരു കളി നിയമങ്ങൾ ലംഘിക്കുന്ന പോലെ വിസിലടിച്ചാൽ നിൽക്കുന്നത് ആയിരിക്കില്ല എന്നുള്ളത് ഭരണാധികാരി തിരിച്ചറിയണം. അതുകൊണ്ട് ഞാനിതിനെ ഒരു റഫറിയുടെ റോളിൽ ആ ചെയ്തത് ഫൗളാണ്, ഈ ചെയ്തത് കളി നിയമത്തിന്റെ ആ കർഷകൻ കയ്യിലുണ്ടായിരുന്ന കൊടി എന്തുമാവട്ടെ, ഏത് കൊടിയുമാവട്ടെ എന്ന് നമ്മൾക്കിപ്പോൾ പറയാനാകൂ. അങ്ങനെ ഉയർത്തിയ കൊടി പോലും ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഒരു അനിവാര്യമായ തലമായി കാണുന്നയാളാണോ താങ്കൾ? ഞാൻ പറയുന്നത് വ്യവസ്ഥാപിത സമരരൂപമാണ് എങ്കിൽ നിങ്ങൾക്ക് പറയാം ആ ചെയ്തത് തെറ്റായിരുന്നുവെങ്കിൽ. ഇതൊരു വ്യവസ്ഥാപിത സമരരൂപമല്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത സമര രീതിയുടെ നിയമ ചട്ടക്കൂടി നിൽക്കുന്ന വിധത്തിലല്ല ഈ പ്രക്ഷോഭം. ഞാനല്ല, എൻ്റെ കാര്യം വിടൂ. ഈ സംയുക്ത കർഷക സമരസമിതി തന്നെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സമരങ്ങൾ ഞങ്ങൾക്ക് അസ്വീകാര്യമാണ്, ഞങ്ങൾ അതിനെ അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന് അവർ തന്നെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ, ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അതിനെ തള്ളി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ പറയുന്ന കാര്യമാണ്, ഞാൻ അതിൽ റഫറി ആയിട്ട് നിൽക്കുന്ന ആളല്ല എന്ന് ഞാൻ പറയാൻ കാരണം, മനുഷ്യർ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ കളി നിയമങ്ങളെ വ്യവസ്ഥ എഴുതി വെച്ചിട്ടുള്ള കളി നിയമങ്ങളിൽ ഫൗള് വന്നാൽ വിസിലടിക്കുന്ന വിധത്തിലൊന്നും ഈ സമരം തീരില്ല. ഞാൻ അതിനെ അങ്ങനെ കാണുന്ന ഒരാളാണ്. എല്ലാവരും എന്നോട് അതുപോലെ യോജിച്ചോളെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. എൻ്റെ ഈ നിലപാടിനെ വിമർശിക്കാൻ എൻ്റെ സഹസംവാദകർക്കുള്ള അനുമതി കൊടുത്തുകൊണ്ടും അവരുടെ അതിനുള്ള അധികാരം ഞാൻ വകവെച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ നിലപാട് അതാണ്. കളി നിയമങ്ങളിൽ വിസിലടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫൗൾ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് പോലെ അല്ല ഈ സമരം നടക്കുന്നത്. ഇത് കൃഷിക്കാരുടെ ജീവൻ മരണ സമരമാണ്. ആ ജീവൻ മരണ സമരത്തിന് മുമ്പിൽ ഗവൺമെന്റ് അതുപോലെ തന്നെ പെരുമാറണം. അങ്ങനെ ഗവൺമെന്റ് പെരുമാറി നിങ്ങൾ ആ ഫൗൾ അത് ലംഘിച്ചിരിക്കുന്നു, ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എന്റെ വിമർശനം. ഈ ചർച്ചയിൽ ഡിബേറ്റ് ചെയ്യേണ്ട, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ട ഒരു വിഷയമാണ് ശ്രീകൃഷ്ണദാസ് അവതരിപ്പിച്ചു വെച്ചത്. അത് വളരെ പ്രസക്തവുമാണ്. ആ കൃഷ്ണദാസിന്റെ വാദത്തിൽ യോജിക്കാനും വിയോജിക്കാനും കഴിയുമ്പോൾ തന്നെ അത് വസ്തുതാപരമായി അതിന് രണ്ടിനും കഴിയണം മറ്റുള്ളവർക്ക്. ശ്രീ സുരേഷ് ബാബു, ഇന്നിപ്പോൾ അമരീന്ദർ സിംഗ് നേരത്തെ കത്തയച്ചില്ലേ, അതിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് ശ്രീ ജയസൂര്യന് പറയാൻ പാകത്തിന് അതെടുക്കുന്നു. അല്ലെങ്കിൽ ശശി തരൂര് ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയത് അതിനെ നിർഭാഗ്യകരമാണ് എന്ന നിലയിൽ അപലപിക്കുന്നു. പക്ഷേ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടന്നു വരുന്നത് എന്ന കാര്യത്തിൽ ഈ ചർച്ചയിൽ ആർക്കും തർക്കമുണ്ടാവില്ലല്ലോ. ശ്രീ ജയസൂര്യനെയല്ല ഞാൻ അതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും ആ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമ്പോൾ അവിടെ പിന്നെ എങ്ങനെയാണ് നമ്മളൊരു വരച്ച് ചില ഗ്രാമർ നിഷ്കർഷിക്കാനാവുക? ശ്രീ സുരേഷ് ബാബു, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് ഒരർത്ഥത്തിൽ വളരെ വസ്തുതാപരമായി ഉൾക്കൊള്ളേണ്ട പ്രശ്നം കൂടിയല്ലേ? ഞാന് ജയസൂര്യൻ പറഞ്ഞ അമരീന്ദർ സിംഗിന്റെ കാര്യം തുടങ്ങിയിട്ട് പറഞ്ഞു തുടങ്ങാം. അദ്ദേഹം ഒരു കാര്യമുണ്ടായി, ഈ സമരം തുടങ്ങുമ്പോൾ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. ഇതിന്റെയൊക്കെ പിന്നില് പഞ്ചാബ് മുഖ്യമന്ത്രിയാണ്, പഞ്ചാബിലാണ് ഈ സമരം, പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ് ഇത് നയിക്കുന്നത്, അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ കുറച്ചൊക്കെ വന്നു. അത് പിന്നെ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണ് എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷണത്തിൽ അതിലും എനിക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ സ്പോണ്ടേനിയസ് അബ്സർജ് ഓഫ് തിങ്സ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ കഴിയും. സ്പോണ്ടേനിയസ് അബ്സർജ് ആയിരുന്നു. അത് കർഷകരുടെ മാത്രമായിരുന്നു. ആ കർഷകരുടെ ഒരു അനുഭാവമുള്ള മുഖ്യമന്ത്രി അതിനോട് പിന്തുണച്ചിട്ടാം എന്നുള്ളതല്ലാതെ കോൺഗ്രസ് സ്പോൺസേഡ് സമരമായി ഇതിനെ ചിത്രീകരിക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തി. ഇത് അങ്ങനെ വന്നാൽ എന്താണ് ഗുണം?
അത് BJP കോൺഗ്രസ് അല്ലെങ്കിൽ NDA UPA ഇതിൽ ഫൈറ്റ് ആക്കി മാറ്റി ഇതിന്റെ സ്പിരിറ്റിനെ കളയാൻ കഴിയുമായിരുന്നു. അപ്പോഴാണ് അമരീന്ദർ സിംഗ് പറഞ്ഞത്, എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഞാനിത് പ്രത്യേകമായി നിയന്ത്രിക്കുന്നില്ല, ഇത് പല സംഘടനകളും ഇവിടെയുള്ള ഘട്ടമാണ്, പല സംഘടനകളും ചേർന്നിട്ടുള്ള ഒരു സമരമുഖമാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതിന് ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് യഥാർത്ഥ സ്പിരിറ്റോടുകൂടി എഴുതിയ ഒരു കത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഖേദകരമാണ്, അത് ദുഃഖകരമാണ്. അങ്ങനെയല്ല അതിന്റെ ഒരു വസ്തുത. ഞങ്ങൾക്ക് നമ്മൾക്കാർക്കും തന്നെ ഇവിടെ ഇരിക്കുന്ന കൃഷ്ണദാസിന്റെ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഒരു പാർട്ടിയും ഈ സമരത്തെ അവരുടെ പാർട്ടി സംവിധാനമാക്കി മാറ്റാൻ പരിശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്ന സഹായം ധാർമ്മികമായും വ്യക്തിപരമായും കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കർഷകരുടേത് മാത്രമായ ഒരു സമരമായിട്ടാണ് അതിനെ കാണേണ്ടത്. അത് കാണുന്നതിൽ വരുന്ന പരാജയം കൊണ്ടാണ് BJPക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് കൃഷ്ണദാസിന്റെ പരാമർശത്തെ കുറിച്ച്, കൃഷ്ണദാസിന്റെ പരാമർശത്തെ ഫിലോസഫിക്കലായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഫിലോസഫിക്കൽ എന്താണ്? ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ഒരാൾ എടുത്തു ചാടുമ്പോ അല്ലെ ഒരു കൂട്ടം എടുത്തു ചാടുമ്പോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള റഫറൽ നിയമം നടത്തത്തിലൂടെ പെരുമാറണം എന്നൊന്നും പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയാത്തതിന്റെ ഒരു വെളിച്ചത്തിലാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് അത് അത്തരം ഒരു പരാമർശം മാത്രമേ പൊതുജന സമക്ഷത്തിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തെ വിയോജിച്ചുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുകയാണ്. വിയോജിച്ചുകൊണ്ട് തന്നെ യോജിക്കുന്നു. അത് വളരെ മനോഹരമായ അവസ്ഥയാണ് സുരേഷ് ബാബു. എനിക്കെന്താന്ന് പറയാ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സംവിധാനം മനസ്സിലായി ഇത്തരം പ്രക്ഷോഭങ്ങളിൽ ഒന്നിലും അംഗീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ പശ്ചാത്തലമല്ലല്ലോ എനിക്കുള്ളത്. പക്ഷേ കൃഷ്ണദാസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു കുറ്റം ഞാൻ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞതിനോട് കമന്റ് ചെയ്യാനുണ്ടോ? ഞാൻ ശ്രീ ഷാജി ജോസഫിലേക്കും ശ്രീ ജയസൂര്യനിലേക്കും പോകും. ഞാൻ ഇത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹസംവാദകരോടുള്ള ബഹുമാനങ്ങളൊക്കെ നിലനിർത്തി എൻ്റെ വാദങ്ങളോട് വിയോജിക്കാനുള്ള അവരുടെ അവകാശം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇങ്ങനത്തെ ജീവൻ മരണ സമരങ്ങളിൽ വ്യവസ്ഥാപിത സമരങ്ങളുടെ വ്യാകരണങ്ങളിൽ നിൽക്കില്ല. ആരുണ്ടാക്കി ഈ സമരങ്ങളുടെയൊക്കെ വ്യാകരണം? ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളുടെ വ്യാകരണങ്ങളിൽ ലംഘിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ. ജനങ്ങളുടെ മുന്നേറ്റത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥാപിത സമര വ്യാകരണങ്ങളൊക്കെ അവർ കടലിലെറിയും. അതൊരു യാഥാർത്ഥ്യമായിട്ട് കാണേണ്ടത് നമ്മൾ ആരുണ്ടാക്കി വെച്ചു ഈ വ്യാകരണങ്ങളൊക്കെ? ഇത്ര അടിയെ പോകാൻ പാടൂ, ഇന്നതേ ചെയ്യാൻ പാടൂ, ഇങ്ങനത്തെ സമരത്തിന്റെ വ്യാകരണ നിയമങ്ങൾ എവിടെ ആരെ എഴുതി വെച്ചിട്ടുണ്ട്? നമ്മൾ അംഗീകരിക്കുന്ന ചില പൊതുമര്യാദകളാണ്. ആ പൊതുമര്യാദകളുടെ പുറമെ സമരങ്ങൾക്ക് വ്യാകരണങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് ആരാ? ആ വ്യാകരണ പ്രകാരം സമരം ചെയ്യാൻ പാടൂ എന്നുള്ളത്. അങ്ങനെ ഇപ്പോ ശാർദൂല വിക്രീഡിതത്തിൽ കവിത പോലും എഴുതുന്നില്ല മഹാകവികള്. കവിതകൾക്ക് പോലും വൃത്തമില്ലാത്തൊരു കാലത്ത് സമരത്തിന് വ്യാകരണം വേണമെന്ന് വാദിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ സഹസംവാദകരുടെ അവരോടുള്ള എന്നോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ശ്രീ ഷാജി ജോസഫ്, ഇതിലൊരു കാര്യം ഞാൻ വീണ്ടും താങ്കളോട് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഡൽഹി പൾസ് അറിയാനും കൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. തലങ്ങും വിലങ്ങും ട്രാക്ടർ ഓടിക്കുന്ന ഒരവസ്ഥ ഡൽഹി നഗരത്തിൽ ഉണ്ടാകുമ്പോൾ 60 ദിവസം മഞ്ഞും മഴയും കൊണ്ട് കഴിഞ്ഞ മനുഷ്യർ 3 ഈ ബാരിക്കേഡുകൾ വെച്ച് കടക്കാൻ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ തടയുക, അതിനെ പൊളിച്ച് ട്രാക്ടറുകൾ മുന്നോട്ടെടുക്കുക, അത് കഴിയുമ്പോൾ കോൺക്രീറ്റ് ബ്ലോക്കുകൾ വെച്ച് തടയാൻ ശ്രമിക്കുക, അതിനെയും ഭേദിച്ച് മുന്നോട്ട് പോകുന്ന വിധത്തിലൊരു സമരം. ആ സമരം എന്നത് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ വളരെ ശരിയല്ലേ? അതൊരു പ്രക്ഷോഭമാണ്, അതൊരു ജീവൻ മരണ പോരാട്ടമാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ ആ സമരം മുമ്പ് പറഞ്ഞല്ലേ, ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയാൽ പോലും അത് കാണണ്ടേ? അതിന് പിന്നിലത്തെ ആ സമരത്തിൻ്റെ അവരുടെ മാനസികാവസ്ഥയെ വിലയിരുത്തി കൂടി വേണ്ടേ മുന്നോട്ട് നിരീക്ഷിക്കാൻ? ഇപ്പോൾ ശ്രീ ജയസൂര്യൻ പറഞ്ഞു അമരീന്ദർ സിംഗ് അതിൽ നുഴഞ്ഞുകയറ്റക്കാർ. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം അകാലിദളിനെ പോലും സംശയിക്കുന്ന വിധത്തിലല്ലേ? ശരത്തെ, ചെങ്കോട്ടയിൽ ഖൽസ പന്തിൻ്റെ 400 വർഷം പഴക്കമുള്ള സിഖുകാർക്ക് വളരെ ആദരണീയമായ ഒരു കൊടി ഉയർത്തി എന്നത് ഈ പ്രക്ഷോഭത്തിൽ നിൽക്കുന്ന കർഷകരുടെ
ഒരു വികാരമായി ഒരു ആവേശമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് നടന്നത് എവിടെയാണ്? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ ദേശീയതയ്ക്ക് എന്ത് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ശ്രീ NN കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യം, പ്രക്ഷോഭത്തിന് ഗ്രാമർ ഇല്ല എന്നുള്ളതാണ്. വേണ്ട, ഗ്രാമർ വേണ്ട. പക്ഷേ പ്രക്ഷോഭകാരികൾ ഏത് ദിവസമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നും എവിടേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടുപോയതെന്നും ആരോടുള്ള എതിർപ്പാണ് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതെന്നും കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ പ്രക്ഷോഭം, ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കൈകളിൽ നിൽക്കാതെ വന്നപ്പോൾ അതിനൊരു പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ ആ നിസ്സഹായാവസ്ഥയെ ഒന്ന് മറച്ചു വയ്ക്കാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നോ ഇങ്ങനെയുള്ള ഒരു ഫിലോസോഫിക്കൽ പൊസിഷനിങ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ ജയസൂര്യ ഈ പ്രക്ഷോഭത്തെ നേരത്തെ മുതൽ BJPയും ഗവൺമെൻറ്റും ഒക്കെ കാണിക്കുന്നത് പോലെ ഇതൊരു പഞ്ചാബികളുടെ, സിഖുകാരുടെ മാത്രമുള്ള ഒരു നീക്കമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫോളി എന്ന് പറയുന്നത് പഞ്ചാബികൾ, പ്രത്യേകിച്ച് സിഖുകാർ എന്താണെന്ന് ഈ ഗവൺമെൻറ്റിന് അറിയില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, ഗുരു തേജ് ബഹാദൂറിൻ്റെയും ഗുരു ഗോവിന്ദ് സിംഗിൻ്റെയും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിയാൽ വിജയിച്ചു മാത്രമേ ഞങ്ങൾ പുറകോട്ടുള്ളൂ എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് പല ആവർത്തി കാണിച്ചു തന്നിരിക്കുന്ന പഞ്ചാബികളുടെ മുൻപിൽ ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതും ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന കൗശലത്തിൻ്റെ, ഭരണരീതിയുടെ ഒരു വലിയ ഉദാഹരണമല്ലേ അത്? ഇതിൽ നിൽക്കുന്നത് മുഴുവൻ പഞ്ചാബിലെയും ഹരിയാനയിലെയും വളരെ സമ്പന്നരായ കർഷകരാണെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും അതിനെ കാണേണ്ടി വരും. എന്തുകൊണ്ടാണ് അമരീന്ദർ സിംഗിൻ്റെ പേര് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്? അമരീന്ദർ സിംഗ് ആണ് ഈ സമരത്തിൻ്റെ പുറകിലെ ശില്പി എന്ന് BJPയും NDA നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റും വിശ്വസിക്കുന്നുണ്ട്. അത് പറയുമ്പോഴും മറു ചോദ്യം തിരിച്ച് ഈ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകരും ഹരിയാനയിലെ കർഷകരും പറയുന്നത് ഈ ഗവൺമെൻറ്റിന് ഒരു പ്രശ്നമല്ലാതാകുന്നത്? അവർ കർഷകരല്ലേ? അപ്പോൾ ഈ ഗവൺമെൻറ് ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിൽ വലിയ പാളിച്ച ഈ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുണ്ട്. ആ പാളിച്ചയുടെ പരിണിത ഫലമാണ് ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടത്. ഈ സമരത്തെ ഒരു സിഖുകാരുടെ സമരം എന്ന നിലയിലേക്ക് അതിനെ മാത്രം കാണാനും ആ നിലയിൽ അതിനെ ഭിന്നിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണല്ലോ ജയസൂര്യയും ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്കറിയുമോ, 2 ദിവസം മുൻപ് രാജസ്ഥാനിലെ ദോസയിൽ നിന്നുള്ള MP എന്താ പറഞ്ഞെന്ന്? ഈ സമരത്തിൽ ഇരിക്കുന്നത് എല്ലാം AK-47 ഇരിക്കുന്ന ഖലിസ്ഥാനി ടെററിസ്റ്റുകളാണെന്നാണ് പറഞ്ഞത്. ഇതേത് ദിവസമാണ് പറഞ്ഞത്? വേണമെങ്കിൽ 2 വർഷത്തേക്ക് ഈ കാർഷിക നിയമങ്ങളെ സസ്പെൻഡ് ചെയ്ത് നിർത്താമെന്ന് ശ്രീ മോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് കർഷകർക്ക് ഒരു ഉറപ്പ് കൊടുത്തപ്പോഴാണ്. ആ ദിവസം തന്നെയാണ് ഇങ്ങനെയുള്ള വരുന്നത്. ഈ അകാലിദൾ സമരത്തിലാണല്ലോ അല്ലേ, പിന്തുണയാണല്ലോ അല്ലേ? അകാലിദൾ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. 1920കളിലും 1930കളിലും മഹന്തുകളുടെ കയ്യിൽ നിന്നും ഗുരുദ്വാരകളെ തിരിച്ചു പിടിക്കാൻ, അഴിമതി വീരന്മാരായ മഹന്തുകളുടെ കയ്യിൽ നിന്നും ഗുരുദ്വാരകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്ത്, ജീവൻ കൊടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഉള്ളവരാണ് അകാലികൾ. അതിപ്പോൾ പൊളിറ്റിക്കലി അകാലികൾ എന്നറിയപ്പെടുന്നു. NDAയുടെ ഭാഗമായി അവരുടെ ഏറ്റവും സ്ട്രോങ് അലയൻസിൽ നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ BJPയുടെ ഈ ഇഷ്യൂവിലെ ശരത്തെ വലിയ പരാജയം എന്ന് പറയുന്നത് ഇന്ന് പഞ്ചാബിലെ കർഷകരുമായിട്ട് അവർ പറയും പോലെ തന്നെ പഞ്ചാബിലെ കർഷകർ അല്ലെങ്കിൽ ഹരിയാനയിലെ കർഷകരാണെങ്കിൽ തന്നെ അവരുമായി സംവദിക്കാൻ ഒരു കണക്ട് അവർക്കുണ്ടായിരുന്നത് ഈ അകാലിദളായിരുന്നു. അതും നഷ്ടപ്പെടുത്തിയാണ് ഈ നീക്കം നടത്തി എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, ശ്രീ ജയസൂര്യൻ, ഇതാണ് ഇതിലെ 2 തരം പ്രശ്നങ്ങൾ. ഒന്ന്, ശ്രീ കൃഷ്ണദാസ് ഉന്നയിച്ച വിമർശനം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആ നിലയിൽ കേന്ദ്ര സർക്കാർ ഈ സമരത്തെ കാണാത്തത് കൊണ്ടാണ്. സമരത്തിനപ്പുറം അതൊരു വലിയ പ്രക്ഷോഭമായി തന്നെ വളർന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവത്തെ ഈ ഡൽഹി തന്നെ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് അഴിമതിക്കെതിരെ ഉണ്ടായ സമരങ്ങളിലെ എത്ര ശക്തമായ കേന്ദ്രീകരണങ്ങൾ വന്നു, എത്ര ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. ആ സർക്കാർ, അന്നത്തെ UPA സർക്കാർ ആ സമരങ്ങളെ, ആ നിലയിൽ സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കാതിരുന്നിട്ടില്ലല്ലോ. ഒന്ന്, ഇവിടെ അതും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു സർക്കാർ സമീപനം ഈ സമരത്തിന് മേലെ വരുമ്പോഴാണ് സമരം അക്രമാസക്തമായി പോകുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി കാണിക്കുന്നതല്ലേ?
എന്തിനാണ് നിങ്ങൾ അമരീന്ദർ സിംഗിനെ കുറിച്ച് പറയുന്നത്? അകാലിദൾ, നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു സഖ്യകക്ഷി പോലും നിങ്ങളെ അവിശ്വസിച്ച് കേന്ദ്രമന്ത്രിസ്ഥാനം ത്യജിച്ച് ഈ മഹാസമരത്തിൽ ഏറ്റവും ശക്തമായ പിന്തുണയിൽ തന്നെ നിൽക്കുകയല്ലേ? നിങ്ങൾ 4 പേരുടെയും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പറയാൻ ശക്തനായ ഒരാൾ. ഇതില് ഈ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞത്, പഞ്ചാബ് മുഖ്യമന്ത്രി ഈ സമരത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. പഞ്ചാബ് മുഖ്യമന്ത്രി ഈ സമരത്തിന് ഉണ്ടാകാവുന്ന അപകട സാധ്യതകളെ കുറിച്ച് കേന്ദ്രത്തിന് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിലപ്പുറം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണദാസ് പറഞ്ഞ കാര്യം, ഈ വ്യവസ്ഥാപിത സമരമല്ല, ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യാകരണം നമ്മൾ നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞത്, അത് എനിക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് പറയുമ്പോൾ എന്നെ അത് ഞെട്ടിക്കുകയാണ്. കാരണം ഈ വ്യാകരണം ഒന്നും ടിയാനൻമെൻ സ്ക്വയറിൽ ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഒരു വ്യാകരണവും നോക്കിയില്ല, ചെയ്യേണ്ട കാര്യം അത് ചെയ്തു. ഇത് ഇന്ത്യയാണ്, ഇത് ചൈനയല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് എങ്ങനെയും ചെന്നിട്ട് ഇങ്ങനെയൊന്നും കൃഷ്ണദാസിന് പറയാമോ? ഈ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലെ സമരമുറയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ശ്രീ ജയസൂര്യൻ? അല്ല, അതെ, പക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്, അല്ല പോട്ടെന്ന് വെച്ചാല്. കമ്മ്യൂണിസം മനസ്സിലിട്ടുകൊണ്ട് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ച് നമ്മളെ ഉപദേശിക്കാൻ വന്നപ്പോ പറഞ്ഞു പോയതാണ്. ശരിയാണ്, ഒരു ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള അവകാശം. പക്ഷേ എന്റെ ചോദ്യം കൂടി ഒന്ന് കണക്കിലെടുക്കണം. ഡൽഹിയിൽ ഇതിനു മുമ്പും അതിശക്തമായ ദേശീയ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെയാണ് ഈ സമരം നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സമരം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുവദിച്ചു കൊടുത്തല്ലോ. സമരം നടക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ അതിനെ പോലീസ് ചെയ്യാൻ പറ്റപ്പോ അല്ലെങ്കിൽ കോടതി നിർദ്ദേശിച്ചപ്പോൾ, യെസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അത് പോലീസോ കോടതിയോ പറയുമ്പോൾ അതും തള്ളിക്കളഞ്ഞിട്ട് പ്രക്ഷോഭത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി സ്വീകരിച്ചു വരുമ്പോൾ പോലും നമ്മളിത് ശ്രദ്ധിക്കൂ. അവിടെ പോലീസ് വെടിവെച്ചിട്ടില്ലല്ലോ, ഈ കണ്ണീർവാതകമല്ലേ പ്രയോഗിച്ചുള്ളൂ. വെടി വെച്ചു എന്നുള്ള വെടി ഇവിടെ കുറെ പേര് പറയുന്നതല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. വെടിവെച്ചാണ് മരിച്ചതെങ്കിൽ എന്തുകൊണ്ടാ പോസ്റ്റ്മോർട്ടം നടത്താത്തെ? പോസ്റ്റ്മോർട്ടം നടത്താൻ എന്താ വിട്ടുകൊടുക്കാത്തെ? പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യം പുറത്തു വരും എന്നുള്ളത് കൊണ്ട് ശവശരീരം പോലും വിട്ടുകൊടുക്കുന്നില്ല. ആ വിഷയം ഞാൻ വിടുന്നു. എന്തായാലും ഇത്രയും വലിയ 10 ലക്ഷം കർഷകര് ഡൽഹിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പോലീസുകാരെ തള്ളി മാറ്റി, ബാരിക്കേഡ് മാറ്റി, ആ ചെങ്കോട്ട പിടിച്ചടക്കി പതാക നാട്ടിയെടുത്ത് ആകെപ്പാടെ ഈ ട്രാക്ടർ മറിഞ്ഞ ഒരാൾ മരിച്ചതല്ലേ സംഭവം ഉണ്ടോ? വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ. പോലീസിന്റെ കയ്യിൽ പട്ടാളം ഇല്ലേ? ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ? എല്ലാ പട്ടാളക്കാരും കുറച്ച് കൂടുതൽ അവിടെ ഉണ്ടല്ലോ. അപ്പൊ പട്ടാളത്തെ ഉപയോഗിച്ചില്ല, അർദ്ധസൈനികത്തെ ഉപയോഗിച്ചില്ല. അർദ്ധസൈനികരൊക്കെ വന്നത് വൈകുന്നേരം രാത്രി ആയപ്പോഴാണ്. അതിൽ പോലീസ് മാത്രമേ ഉള്ളൂ. കാരണം പറഞ്ഞത് കർഷകരല്ലേ, കർഷക നേതാക്കന്മാരല്ലേ. അപ്പോ അവർക്കെതിരെ എന്തിനാ യുദ്ധം എന്ന ഒരു നിലപാട് ജനാധിപത്യപരമായി മര്യാദപരമായി കർഷകരോടുള്ള ബഹുമാനത്തോടു കൂടി എടുത്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കണ്ടത്. പിന്നെ ഇവരെ തള്ളിപ്പറഞ്ഞ കാര്യം എന്താണ്? ഇപ്പോ അവിടെ കൊടി ഉയർത്തിയതിനെ ന്യായീകരിക്കുന്നു. ആയിക്കോട്ടെ, ന്യായീകരിച്ചോളൂ. അവിടെ വ്യാകരണം ലംഘിച്ച് സമരം നടത്തിയതിനെ ന്യായീകരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ന്യായീകരിച്ചോളൂ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ അതിനെതിരാണെന്നല്ല ഞാനിവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കർഷക സമര സംഘടനാ നേതാക്കന്മാര് വൈകുന്നേരം പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ സമരം ഇങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത്, സമരം വഴിവിട്ടുപോയി, തെറ്റായിപ്പോയി, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് പറഞ്ഞതും തിരുത്തിയതും ഞാനല്ല, BJP അല്ല, ഈ കർഷക സമര നേതാക്കന്മാരാണ്. ശ്രീ ജയസൂര്യൻ, ഒരു ഉപചോദ്യം. അതായത് കർഷക സംഘടനകൾ വൈകുന്നേരം അങ്ങനൊരു വിശാല നിലപാട് കാഴ്ചവെച്ചുവെങ്കിൽ അതേപോലെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സമരം അവസാനിപ്പിക്കാനും ബാധ്യതപ്പെട്ടത് കേന്ദ്ര സർക്കാരല്ലേ? കേന്ദ്ര സർക്കാർ അതിന് മുൻകൈയെടുക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ആ ബാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തിട്ടുമുണ്ട്, ഇനി മുന്നോട്ട് മുൻകൈ എടുത്തുകൊണ്ടേയിരിക്കും. ഈ സമരം എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്രദമായി അവസാനിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ അവിടെ ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തില് ഒരു തുറന്ന ചർച്ച വരട്ടെ. അങ്ങനെ തുറന്ന ഒരു ചർച്ചയിലൂടെ മാത്രമല്ലേ ഇത് തീരുകയുള്ളൂ. ലോകമഹായുദ്ധം ഉണ്ടായാൽ പോലും അവസാനം എങ്ങനെയാ സമാധാനം കൊണ്ടിരുന്നത്? ഒരു മേശയ്ക്ക് ഇരുവശം ഇരുന്നുകൊണ്ടല്ലേ. അങ്ങനെ 11 തവണ ഇരുന്നില്ലേ? 8 കാര്യങ്ങൾ അംഗീകരിച്ചില്ലേ? പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ 8 കാര്യങ്ങൾ അംഗീകരിച്ചില്ലേ?
ഇനിയും എന്താണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി സമിതി വെച്ചപ്പോൾ സമിതി ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ, സമിതിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു ആ സമിതി എന്ത് കൊണ്ടുവന്നാലും ഞങ്ങളല്ല തീരുമാനം എടുക്കുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതിയും അംഗീകരിക്കാത്തവര്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തവര്, ഇപ്പൊ പോലീസിനെ അംഗീകരിക്കാത്തവര്, ഇപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ദിന ദിവസത്തെ തന്നെ പവിത്രമായി കാണേണ്ട ആ ഒരു ദിവസം ദേശീയ പതാക മാത്രം പാറിപ്പറക്കുന്ന ചെങ്കോട്ടയുടെ മുകളിൽ സ്വന്തം കൊടി കെട്ടിയിട്ട് അതിന്റെ പല ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നവര്, ആ ന്യായീകരിച്ചവരെ സമര നേതാക്കന്മാര് തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലെത്തിയവര്, സമാധാനപരമായി സമരം നയിച്ച് തിരിച്ചു പോകുന്നവര്, അക്രമ സമരം രാവിലെ മുതൽ ആരംഭിക്കുന്നവര്, അങ്ങനെ ഒക്കെ വരുമ്പോഴും കൃഷ്ണദാസ് പറഞ്ഞ പോലെ വ്യാകരണം വേണ്ട എന്ന് വെച്ചാൽ ഞാൻ മറുവശത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചൈനീസ് ഗവൺമെന്റ് ടിയാനൻമെൻ സ്ക്വയർ കരുതിയതുപോലെ വ്യാകരണം വേണ്ട എന്ന് ഇന്ത്യയിലെ ഗവൺമെന്റ് വെച്ചിരുന്നതിനുള്ള ആദ്യ പോയിന്റിലേക്ക് തിരിച്ചു വന്നു. അത് താങ്കൾ ഉന്നയിച്ചൊരു വിഷയമാണ്. ശ്രീ NN കൃഷ്ണദാസിന്റെ മറുപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. നേരിട്ട് താങ്കളിലേക്ക് ഞാൻ ഒരു ശരത്ത് എനിക്ക് ഒരു 2 മിനിറ്റ് വേണം. ഞാൻ എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ ഷാജി ജേക്കബ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് ചെറിയ വിയോജിപ്പുണ്ടെങ്കിൽ പോലും, അതായത് നമ്മളൊക്കെ പരിഷ്കൃത ജനാധിപത്യവാദികൾ എന്ന വ്യാജവിലാസത്തിലാണ് ഈ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ ജനാധിപത്യത്തിൻ്റെ ഏത് ലിമിറ്റ് വരെ നമ്മൾ അംഗീകരിച്ച് പോവും എന്ന് പറയുള്ളൂ. അപ്പോൾ പരിഷ്കൃത ജനാധിപത്യവാദികൾ എന്ന ഗണത്തിൽപ്പെട്ടവരാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നവർ. ആ പരിഷ്കൃത ജനാധിപത്യവാദികൾ എന്നുള്ള വ്യവസ്ഥയിൽ നിന്നിട്ട് തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ മാന്യ സുഹൃത്ത് BJPയുടെ പ്രതിനിധി അവസാനം പറഞ്ഞു നിർത്തിയതും പോലെ ലോകയുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ സെറ്റിൽ ചെയ്യാനില്ലേ, പറ്റുന്നില്ലേ? അപ്പോൾ ഇങ്ങനത്തെ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങളിൽ തന്നെ പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യാറുള്ളത് സെറ്റിൽമെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡയലോഗാണ്. അങ്ങനത്തെ ഡയലോഗിലേക്ക് ഗവൺമെന്റ് വരണം. ഡയലോഗിലേക്ക് ഗവൺമെന്റ് വരണ സമയത്ത് കേവല ഡയലോഗല്ല, ഈ പ്രക്ഷോഭത്തിന്റെ ഹൃദയം എന്ത്, അതിനെ അഡ്രസ്സ് ചെയ്യണം ഗവൺമെന്റ്. ഈ പ്രക്ഷോഭത്തിന്റെ ഈ കർഷക ജനവികാരത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാവണം. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിലെ സർക്കാരിന്റെ ബാധ്യത. അതിനെ അഡ്രസ്സ് ചെയ്ത് പരിഷ്കൃത രീതിയിൽ തന്നെ ഈ സമരം പോട്ടെ. ഞാൻ പറഞ്ഞത് വ്യാകരണങ്ങളൊക്കെ ലംഘിക്കപ്പെടും. വ്യാകരണം ഒന്നും ആരും ഉണ്ടാക്കി വെച്ചോടത്ത് കൂടെ ഒന്നും ഇത് പോവില്ല. നമ്മുടെ ജനാധിപത്യം മുമ്പിലേക്ക് പോകുമ്പോഴും ജനാധിപത്യത്തിന്റെ വ്യാകരണങ്ങൾ തന്നെ ലംഘിക്കപ്പെടും. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥകളിലൂടെയും വരച്ച വഴിയിലൂടെയാണ് മാനവരാശി മുമ്പിലേക്ക് പോവുക എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മുടെ അഹംഭാവം കൊണ്ട് തെറ്റിദ്ധരിക്കുന്ന, അഹംഭാവമല്ല അഹംബോധം. അങ്ങനത്തെ ഒരു അഹംബോധം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇന്ന വിധത്തിലെ മാനവരാശി മുമ്പിലേക്ക് സഞ്ചരിക്കൂ എന്നുള്ള നമ്മുടെ അഹംബോധത്തിൽ നിന്നിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യാകരണം, മനുഷ്യരാശിയുടെ മുന്നേറ്റത്തിന്റെ വ്യാകരണം നമ്മൾ രചിച്ചു വെച്ചതാണ്. അങ്ങനത്തെ നിർമ്മിത വ്യാകരണ വ്യവസ്ഥയിൽ കൂടിയല്ല മാനവരാശി മുമ്പിലേക്ക് പോവുക. നമ്മുടെ ചരിത്രം അങ്ങനെയാ. ഇപ്പൊ എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ ജയസൂര്യ പറഞ്ഞു, ജനാധിപത്യത്തിൽ ഇങ്ങനത്തെ ഒരു ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് ദൈവം ഉണ്ടാക്കി വെച്ചതല്ല, മനുഷ്യ സൃഷ്ടിയാണ്, മനുഷ്യനിർമ്മിതമാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ. ആ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയുടെ മനുഷ്യ മുന്നേറ്റങ്ങളുടെ മുമ്പിൽ പഴയ വ്യാകരണങ്ങൾ തിരുത്തും, പുതിയ വ്യാകരണങ്ങൾ രചിക്കും, ആ വ്യാകരണങ്ങളും തിരുത്തും. അങ്ങനെ മനുഷ്യരാശി മുമ്പിലേക്ക് പോവുക. അതുകൊണ്ട് പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിലെ ഗവൺമെന്റ് ഈ പ്രക്ഷോഭത്തിൽ അവരുടെ ഹൃദയവികാരത്തെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ അഡ്രസ്സ് ചെയ്ത് കം ടു ദ ഡയലോഗ്. അതല്ലേ നിങ്ങൾ ജനാധിപത്യത്തിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ ഒറ്റ കാര്യം എനിക്ക് അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ അത് ഞാൻ മറുപടി പറയേണ്ട വിഷയമല്ല, എന്നാൽ പോലും പരാമർശിച്ചതുകൊണ്ട് പറയാം. ചൈനയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇന്ത്യയിൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം വിചാരിക്കേണ്ടത് എന്നുള്ളത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഒറ്റ പോയിന്റ് എനിക്ക് അതിലുള്ളൂ. ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനീസ് ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിലായിരുന്നു സമരം. ഈ കർഷക സമരം നരേന്ദ്രമോദി സർക്കാരിനെ രാഷ്ട്രീയമായി സബോട്ടേജ് ചെയ്യാൻ, അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്നുള്ള അഭിപ്രായം എൻ്റെ പ്രിയ സുഹൃത്ത് ജയസൂര്യക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അതാണ് പറയേണ്ടത്. ഇത് BJP സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ സമരമാണ്. ഞങ്ങൾ അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ ഞങ്ങൾ അതിനെ നേരിടും. ഇതാണോ BJPയുടെ അഭിപ്രായം? ഇതാണോ ഗവൺമെന്റിന്റെ അഭിപ്രായം? എങ്കിൽ ഗവൺമെന്റ് അത് പറയട്ടെ.
അത് പറയട്ടെ ഗവൺമെന്റ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇതിനെ ഈ BJP സർക്കാരിനെ, കേന്ദ്ര ഗവൺമെന്റിനെ രാഷ്ട്രീയമായി അട്ടിമറിച്ച് വേറെ ഒരു സർക്കാരിനെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറി സമരമാണ് ഈ സമരം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കരുത്. നിങ്ങളത് രാഷ്ട്രത്തോട് തുറന്നു പറയണം. എന്തിനു മറച്ചു വെക്കണം? അതിനുള്ള ആർജവം കാണിക്കണം നിങ്ങൾ. അതല്ലാതെ ഇങ്ങനെ അസ്ഥാനത്തെ ഒരു കാര്യം ഉദാഹരിച്ചത് ന്യായയുക്തമായില്ല എന്ന് പറയാൻ മാത്രമേ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി അംഗീകരിക്കില്ല, ഗവൺമെന്റിനെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ധാരാളം സമരക്കാർ സർവത്ര കുഴപ്പം, അതാണ് അതിന്റെ ആകത്തുക അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതെ അതെ അതെ, അതായത് നമ്മൾ ഡിബേറ്റ് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ സമരക്കാർ പോയിട്ടില്ല. ഒന്നാമത് അടിസ്ഥാനപരമായിട്ട് എൻ്റെ മാന്യ സുഹൃത്ത്, പ്രിയ സുഹൃത്ത്, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ബഹുമാനമുള്ള ഒരാളാണ്. ബീയിങ് ആൻ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന് അറിയാം ഇത് സുപ്രീം കോടതി പരിഹരിക്കേണ്ട പ്രശ്നമല്ല. ഇത് ഗവൺമെന്റിന്റെ പോളിസി മാറ്ററാണ്. ഗവൺമെന്റിന്റെ പോളിസി മാറ്റർ ഒരിക്കലും ഒരു കോർട്ട് ഓഫ് ഒരു ജുഡീഷ്യറി ഓഫീസിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഏത് കോർട്ട് ഓഫ് ലോയ്ക്കും പരിഹരിക്കാൻ പറ്റുന്നതല്ല. കോർട്ട് ഓഫ് ലോ നോക്കുന്ന എന്താ? മേക്കിംഗ് ഓഫ് ദ ലോ ടെക്നിക്കലി എറർ ആണെങ്കിൽ മാത്രമേ അതിൽ കോർട്ടിന് ഇടപെടാൻ പറ്റൂ. മേക്കിംഗ് ദ ലോ ഇസ് ടെക്നിക്കൽ എറർ. പോളിസി മാറ്റർ ഏത് ജുഡീഷ്യൽ ഓഫീസിന് ഇടപെടാൻ പറ്റും നമ്മുടെ രാജ്യത്ത്? അപ്പോ സമരക്കാരും കോടതി പോയിട്ടില്ല, ഒറ്റയാളും സമരക്കാർ കോടതി പോയിട്ടില്ല. വേറെ ആരോട് കോടതി പോയത്? അപ്പോ കോടതി സ്ലോ മോട്ടോ ഇടപെടുകയാണ്, ഒരു സമിതിയെ വയ്ക്കുക. ആ സമിതിയിലാവട്ടെ ഈ പ്രക്ഷോഭക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആരുമില്ലാതാവുക, ഏകപക്ഷീയമായിട്ട് പറയുക. അവരൊരാളുടെ പേര് പറഞ്ഞു, ആ ആള് പോലും ഇല്ല. അങ്ങനെ വരുമ്പോൾ സമരത്തിലുള്ള കർഷകർ സംശയിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. അതിനെ നിങ്ങൾ വഴിതിരിച്ചു വിടരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നു, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഈ കർഷക സമരം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ ഹൃദയവികാരത്തെ, അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യത്തെ അഡ്രസ് ചെയ്യണം ഡയലോഗിലൂടെ. അതാണ് പരിഷ്കൃത ജനാധിപത്യ ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ഗവൺമെന്റ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് മുമ്പിലേക്ക് വരണം. അതിനുള്ള സൊല്യൂഷൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഈ നിയമം പിൻവലിക്കണം. എന്നിട്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വേണമെങ്കിൽ സഫീഷ്യന്റ് ഡിബേറ്റ് നടക്കണം. നമ്മുടെ എല്ലാ ഡെമോക്രാറ്റിക് ഫോറത്തിലും. പാർലമെന്റ് ഈസ് ദ സുപ്രീം ബോഡി ഓഫ് ഡെമോക്രസി. അതിൽ പ്രോപ്പർ ഡിബേറ്റ് നടക്കണം. ആ പ്രോപ്പർ ഡിബേറ്റ് നടത്തി നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി, നിങ്ങൾക്ക് ഏത് വിധത്തിലാണോ മാറ്റം വരുത്തേണ്ടത് അങ്ങനെ പോകണം. അതിന് പകരം എതിർപ്പ്, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സസ്പെൻഡ് ചെയ്ത് എല്ലാ ഏകാധിപത്യ സ്വഭാവത്തിലും ഇത് എന്റെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പവർ വെച്ച് നിയമം പാസ്സാക്കിയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നോ, ഞങ്ങൾ വോട്ടിടില്ല. അതിനെ പ്രതിഷേധിച്ചവരെ പുറത്താക്കുക. ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ രാജ്യത്തെ ഡെമോക്രാറ്റിക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്ന് എൻ്റെ മാന്യ സുഹൃത്ത് ജയസൂര്യ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണം. ബീയിങ് ഒരു പരിഷ്കൃത ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ ഈ പ്രക്ഷോഭത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. ഇപ്പൊ അദ്ദേഹം ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞെന്താ വെച്ചാൽ സമര സംഘടനകൾ പിളർന്നു എന്നുള്ളത്. വാസ്തവത്തിൽ എൻ്റെ സുഹൃത്ത് ജയസൂര്യ, നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ NDA അല്ലേ പിളർന്നത്? നിങ്ങളുടെ NDA ഘടകകക്ഷി അകാലിദൾ പോയില്ലേ? നിങ്ങളുടെ ഗവൺമെന്റിലെ മന്ത്രി രാജിവെച്ചില്ലേ ഈ നിയമം പാസ്സായ ദിവസം? നിങ്ങളല്ലേ പിളർന്നത്? ഞാനതൊക്കെ ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആക്കാതിരിക്കാൻ വേണ്ടി, ഒരു പാർട്ടിസാൻ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാതിരുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചു. നമുക്ക് ഇതിന്റെ ഒരു വ്യവസ്ഥയിൽ നിന്ന് ഡിബേറ്റ് ചെയ്യാം എന്നുള്ള എൻ്റെ മാന്യത കൊണ്ട് ഞാൻ അതിലേക്ക് പോവാതിരുന്നതാണ്. അപ്പൊ നിങ്ങളാണ് പിളർന്നത്. NDA പിളർന്നു പൊളിറ്റിക്കലി. നിങ്ങൾ ഡിമോറലൈസ് ചെയ്യപ്പെട്ടു. നിങ്ങളുടെ ഗവൺമെന്റ് ഡിമോറലൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ പ്രക്ഷോഭത്തിന്റെ ഹൃദയവികാരത്തെ അഭിസംബോധന ചെയ്യാൻ, ഡയലോഗിലേക്ക് വന്ന് പ്രശ്നം സെറ്റിൽ ചെയ്യാൻ ഗവൺമെന്റിനെ നിർബന്ധിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ ഇപ്പോഴുള്ള അഭിപ്രായം. ശ്രീ ജയസൂര്യൻ, ഏറ്റവും അവസാനം ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമുണ്ട്. അത് സ്വീകാര്യമാണോ BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും 100% സ്വീകാര്യമാണ്. ആ 100% തന്നെയാണ് ചർച്ചകൾ ആരംഭിച്ചത്. 11 വട്ടം ചർച്ച നടന്നത്. അവർ മുന്നോട്ട് വെച്ച 8 കാര്യങ്ങൾ അംഗീകരിച്ചത്. ഇനിയാണെങ്കിലും എത്ര 100 അല്ല 200 അല്ല, എത്ര തവണ വേണമെങ്കിലും ചർച്ച നടത്താൻ തയ്യാറുമാണ്. കാരണം കർഷക വികാരത്തെ അഡ്രസ് ചെയ്യണം ഗവൺമെന്റ് എന്നാണല്ലോ കൃഷ്ണദാസ് പറഞ്ഞത്. വളരെ ശരിയാണ്. കർഷക വികാരത്തെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുകയുമില്ല. കർഷക വികാരത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണല്ലോ ഇത്രയും ദീർഘകാലമായ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടത്. ആരാണ് ചർച്ച നിർത്തിവെച്ചത്?
നിർത്തിവെച്ചത് ഗവൺമെന്റ് അല്ലല്ലോ. ഇപ്പോഴും ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് വാതിൽ തുറന്നിട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടില്ല, ഇത് പിൻവലിക്കാനല്ലാതെ അവിടെയാണ് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതും സമരക്കാർ പറയുന്നതും ഈ സമരത്തിന്റെ തർക്കത്തിന്റെ കാതലായ വിഷയം ഈ 3 നിയമങ്ങളാണ്. അവിടേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു നിശ്ചിത കാലയളവിൽ മരവിപ്പിച്ച് നിർത്താമെങ്കിൽ എന്ന് വരെ പറയുന്ന ഒരു ഘട്ടത്തിലെത്തി. ഒരു ചർച്ചയിലും ആ നിയമങ്ങൾ പിൻവലിക്കാം എന്ന് പറയുന്ന വാദത്തോട് ഒരു തരത്തിലും സർക്കാർ യോജിച്ചിട്ടില്ല. അതാണ് ചർച്ച ഫ്രൂട്ട്ഫുൾ അല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ആരെങ്കിലും ഒരു പ്രദേശത്തുള്ളവർ മാത്രം വന്ന് ആവശ്യപ്പെട്ടാൽ ഒരു വിശാലമായ രാജ്യത്തിന് വേണ്ടിയുള്ള ഉണ്ടാക്കിയ നിയമത്തെ അങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിന്റെ കീഴിൽ പിൻവലിക്കാൻ സാധ്യമല്ല. അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, രാജ്യത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞത്. എന്നിട്ടാണോ ആ സർക്കാർ ഏറ്റവും ഒടുവിൽ ഒരു വർഷത്തേക്ക് ആ നിയമം മരവിപ്പിക്കാം എന്ന് പറയുന്നത്? ജയസൂര്യൻ, യെസ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങൾ 4 പേർക്ക് മറുപടി പറയണമല്ലോ. അതായത് ഒരു 1.5 വർഷം എന്നല്ല, 2 വർഷം മരവിപ്പിക്കാൻ വരെ സർക്കാർ തയ്യാറായല്ലോ. ഇപ്പൊ സർക്കാർ മരവിപ്പിക്കാതെ തന്നെ കോടതി സ്റ്റേ ചെയ്തല്ലോ. ഇപ്പൊ നിയമമില്ലല്ലോ. എന്നാൽ ഇനിയെങ്കിലും ഈ നിയമമില്ലാത്ത അവസ്ഥയിൽ സർക്കാർ മരവിപ്പിക്കാൻ തയ്യാറായ അവസ്ഥയിൽ മാന്യമായിട്ടൊന്ന് ചർച്ച ചെയ്തുകൂടെ? ഈ വിഷയത്തിന്റെ എന്താ കാര്യം? സമരക്കാർ കോടതി പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പോയതിന് ശേഷം സമരക്കാർ കക്ഷി ചേർന്നല്ലോ. അപ്പൊ കോടതി പോയതും തുല്യമായില്ലേ? സമിതിയിൽ സമരക്കാരുടെ ആൾക്കാരില്ല. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച സമിതിയിൽ സമരക്കാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞ്? സമിതിയിലുള്ളവരല്ലല്ലോ തീരുമാനം എടുക്കുന്നത്, അവർ കൊണ്ടുവരുന്ന ആശയങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റുള്ളവരുമാണല്ലോ തീരുമാനം എടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ VR കൃഷ്ണയ്യർ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലുള്ളതാണ്, അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വിധിച്ചത് രാഷ്ട്രീയമാണ് എന്ന് ആരും പറഞ്ഞില്ലല്ലോ. എത്രയോ പേര് DYFI കൂടെ SFI കൂടെ വന്നിട്ട് ഇവിടെ ജഡ്ജിമാരായിട്ടുണ്ട്. അവരുടെ വിധി ഞങ്ങൾ അംഗീകരിക്കാനൊന്നും RSSകാർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ ന്യായം എന്നൊക്കെ പറയുന്നത് തികച്ചും കോടതിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവഗണിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ആ രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാടല്ല ഇവിടെ വേണ്ടത്. ജനാധിപത്യപരമായ രീതിയിലുള്ള ഡയലോഗ്, കൃഷ്ണദാസ് പറഞ്ഞത് അങ്ങേറ്റം ശരിയാണ്. ഡയലോഗിലേക്ക് വരണം. സർക്കാർ എപ്പോഴും ഡയലോഗിന് തയ്യാറാണ്. അപ്പോൾ ഈ സമരരംഗത്തേക്ക് വന്ന ആൾക്കാരുടെ ഇടയില് സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചർച്ച നിർത്തണം. ഇനി യാതൊരു ചർച്ചയും വേണ്ട, നിയമം പിൻവലിക്കുക എന്നുള്ള കടുംപിടുത്തം നടപ്പാക്കാൻ വേണ്ടി ഉപദേശിച്ചത് ആരൊക്കെയാണെങ്കിലും അവരെ തിരുത്താൻ വേണ്ടി കൃഷ്ണദാസിന്റെ പാർട്ടിയും അടക്കമുള്ള എല്ലാ പാർട്ടികളും രംഗത്തേക്ക് വന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ വരൂ, നമുക്കൊന്നിച്ചിരിക്കാം, ഇത് കർഷകന്റെ പ്രശ്നമാണ്, സർക്കാരിനോട് നമുക്ക് സംസാരിക്കാം എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ ഏതായാലും പല 11 വട്ടം ചർച്ച, 15 വട്ടം ചർച്ച എന്നൊക്കെ നമ്മൾ കണക്ക് പറയുമ്പോഴും ചർച്ചകൾ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ നിയമങ്ങൾ മരവിപ്പിക്കാം എന്നൊരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഓഫർ വെച്ച് നിൽക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമരം അത് വളരെ ശക്തമായി തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെടുമ്പോൾ മോദി സർക്കാർ നേരിട്ട ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രഹരമാണോ സർക്കാർ ഈ സമരത്തിൽ അനുഭവപ്പെട്ടത്? അതുകൊണ്ട് തന്നെ സർക്കാരിന് അധികം വൈകാതെ കൂടുതൽ തിരുത്തൽ നടത്തേണ്ടി വരുമോ ഈ നിയമങ്ങളിൽ? തിരുത്തൽ വരുത്തേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു 60 ദിവസത്തോളം പിന്നിട്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഒരു തരത്തിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് അറ്റ്മോസ്ഫിയറിലല്ല സമരം. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, മഞ്ഞും അതുപോലെ തന്നെ മഴയും കൊണ്ട് അവർ വിധിക്കുകയാണ്. മേൽക്കൂരയില്ലാത്ത ഒരു പ്രദേശത്താണ്. നിത്യനിദാനമായ പ്രവർത്തനങ്ങൾക്ക് ഒന്നും സൗകര്യമില്ലാതിരുന്നിട്ട് കൂടി സ്വന്തം റൊട്ടി ഉണ്ടാക്കി കഴിച്ച് സമരം ചെയ്യുകയാണ്. അപ്പൊ അത് ഗവൺമെന്റിന് തിരുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ഇപ്പൊ അഡ്വക്കേറ്റ് ജയസൂര്യ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 100 തവണ അല്ലെങ്കിൽ 200 തവണ സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഞാൻ വളരെ വേവലാതിയോടുകൂടി അതിനെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഒരു വിഷമത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം ഞങ്ങൾ 100 തവണയോ 200 തവണയോ ഇരുന്നോളാം, എന്നാൽ ഈ നിയമത്തിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് തോന്നുന്നത്. അതല്ല, ഞങ്ങൾ അടുത്ത തവണ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ
ഞാൻ കൈകൊട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തേനെ. അതെല്ലാം ഉണ്ടായത് ഞങ്ങൾ 11 തവണ ചർച്ച ചെയ്തു, അല്ലെ 10 തവണ ചർച്ച ചെയ്തു, ഇനി 100 തവണ വേണമെങ്കിലും ആവാം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അതുപോലെ ഇരുന്നുള്ളൂ എന്നുള്ള നിലയ്ക്കാണല്ലോ അതിനെ കാണുന്നത്. അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ അത് അത്തരം സമീപനങ്ങൾ സ്വീകരിക്കരുത് എന്നത് ആണ് എനിക്ക് അദ്ദേഹത്തിനോട് അപേക്ഷിക്കാനുള്ളത്. മറ്റൊന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ കൃഷ്ണദാസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അതിനെക്കുറിച്ചുള്ള പരിഗണന ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും പറയുന്നതല്ല. അദ്ദേഹം വളരെ ക്ലവറായത് അവതരിപ്പിച്ചതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും ഇതൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് അന്ന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സഹന സമരം നടത്തണം എന്നുള്ളതിൽ എവിടെയെങ്കിലും വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമരം നിർത്താൻ ആവശ്യപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഈ കോൺഗ്രസ് എടുത്ത നടപടികളിൽ അത് സമര രൂപത്തെ കുറിച്ചാണ്. ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? 3 നിയമങ്ങൾ റദ്ദു ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ഡയലൂഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനിത് ഒരിക്കലും പരിഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യം നേടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിനകത്ത് അതിനെ ഉപയോഗിച്ച സമരമാർഗത്തിൽ വ്യതിചലനം ഉണ്ടാകുമ്പോൾ അതിന് തിരുത്താൻ അന്നത്തെ നേതൃത്വം തയ്യാറായിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് സമരം നടത്തുന്ന നേതൃത്വവും തയ്യാറായത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പതാക ഉയർത്തിയതിനെ കുറിച്ച് അവര് തള്ളിപ്പറഞ്ഞതല്ല, മറിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തെറ്റുപറ്റിയിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതായിരുന്നു, അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതാണ് എന്നതിലേക്കാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു രണ്ടാമതെന്നുള്ളത് എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന വേറൊരു വിഷയം എന്ന് വെച്ചാൽ ടിയാൻമെൻ സ്ക്വയറിലെ സമരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള സമരമാണ്, ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ നേരിട്ടത് എന്ന്. പക്ഷേ കണ്ണുനീരോടുകൂടി അല്ലാതെ ആ സമരത്തെ നേരിട്ട രീതിയിൽ നമുക്ക് ഓർക്കാൻ കഴിയുമോ? ടിയാൻമെൻ സ്ക്വയറിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് 10,000ങ്ങളുടെ ശരീരം വെറും ഒരു കബന്ധങ്ങളാക്കി മാറ്റിയ സംഭവത്തെ കുറിച്ച് എന്ത് ഗവൺമെന്റ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയാൽ പോലും അതിന് ന്യായീകരിക്കാൻ ശ്രമിക്കരുതായിരുന്നു എന്ന ഒരു അഭ്യർത്ഥന എന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ കൃഷ്ണദാസിനോട് വയ്ക്കുന്നു. ഈ സമരത്തിന് മുമ്പിൽ ഗവൺമെന്റിന് വഴങ്ങേണ്ടി വരും, ഗവൺമെന്റിന് കീഴടങ്ങേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, കർഷകരാണ്. കർഷകർ എന്ന് പറഞ്ഞാൽ ഗോതമ്പും അരിയും രാഗിയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നവരാണ്. അതില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ തള്ളിവിട്ടാൽ അതിനുള്ള ഉത്തരവാദിത്വം ആ ഗവൺമെന്റിന്റെ മാത്രമായിരിക്കുമെന്ന് ഗവൺമെന്റ് ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നിശ്ചയമായും അത് ജനങ്ങളിൽ നിന്ന് ഒരു സർക്കാരിനെ, ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലാനെ അത് വഴിവെക്കൂ എന്ന് സർക്കാർ തന്നെയാണ് ആദ്യം തിരിച്ചറിയേണ്ടി വരിക. ഇവിടെ ശ്രീ ഷാജി ജോസഫ്, ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയമായി വളരെ പ്രായോഗികമായി അടുത്ത കാലത്തെ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ തന്ത്രങ്ങൾ മെനയുന്നതിൽ ഏറ്റവും സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നതിൽ എപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളതാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ട്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ വരുമ്പോൾ ആ കൂട്ടുകെട്ട്, അവരുടെ തന്ത്രം പാളിയത് എങ്ങനെയാണ്? കഴിഞ്ഞ 6 വർഷമായിട്ട് ഇന്ത്യയിൽ ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്ന സമരത്തോട് മോദി അമിത്ഷാ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തായിരുന്നു? എല്ലാ സമരങ്ങളെയും എല്ലാ പ്രതിഷേധങ്ങളെയും ഹിന്ദു വേഴ്സസ് നോൺ ഹിന്ദു കണ്ണാടിയിലൂടെ കാണുകയും രാജ്യത്തെ കാണിക്കുകയും ചെയ്യുക എന്ന ഒരു പൊടിക്കൈയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായ ഒരു വ്യാഖ്യാനമാണ് കർഷകരുടെ സമരം പഞ്ചാബികളുടെ സമരമാണെന്നും സിഖുകാരുടെ സമരമാണെന്നും വരുത്തി വയ്ക്കുന്ന ഒരു രീതി. എന്നാൽ ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ നമ്മൾ ഓർക്കണം, ദേശവിരുദ്ധരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്, ഖലിസ്ഥാനികളാണെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്, അതേ വായിൽ തന്നെ പഞ്ചാബികളാണ് സിഖുകാരാണെന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ചരത്തെ. ഇന്ത്യയിലെ ആർമി റിക്രൂട്ട്മെൻറ്റിൽ 50% മേളിൽ നിൽക്കുന്നത് പഞ്ചാബികളാണ്. 40.82% നിൽക്കുന്നത് ഹരിയാനയിൽ നിന്നുള്ള ഹരിയാൻവീസാണ്.
ഗുജറാത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5.10%. അങ്ങനെ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ, ഇന്ത്യയിലെ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന കാര്യത്തിൽ അഭിമാനമായി നിൽക്കുന്ന ഈ 2 സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ, അവിടുത്തെ കർഷകരെ ദേശവിരുദ്ധരെന്നും തീവ്രവാദികളുമെന്നൊക്കെ വിളിച്ചുകൊണ്ട് മറ്റൊരു സൈഡിൽ അവരുമായി 9ഓ 11ഓ തവണ ചർച്ച നടത്തുന്നത് കൊണ്ട് ഈ പ്രശ്നത്തെ റിസോൾവ് ചെയ്യാനല്ല, ഇതിനെ വീണ്ടും ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന് കർഷക നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സമരത്തോടുള്ള ഇടപെടൽ ഇതിനെ റിസോൾവ് ചെയ്യാനല്ല, അതിനു പകരം അവരെ അപഹാസ്യരാക്കാൻ നോക്കുക. ഈ ഗവൺമെൻറ് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ശരത്തെ. ഒരു സമരം നടത്തുന്ന നേതാക്കളെയോ അല്ലെങ്കിൽ ആ നേതൃത്വത്തെയോ അപഹസിക്കുന്നത് കൊണ്ട്, അവരെ ഖലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് അത് കേട്ട് അടങ്ങുന്നവരല്ല പഞ്ചാബികൾ. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭിമാനം, എന്തിനു വേണ്ടി അവർ ഇറങ്ങിയോ അത് നേടിയേ തിരിച്ചു പോകുള്ളൂ എന്ന ഒരു വലിയ റിസോൾവുമായി. അങ്ങനെയാണെങ്കിൽ ഷാജി ജോസഫ്, ഈ ഖലിസ്ഥാനികൾ എന്ന് വിളിക്കുന്ന ആ ആക്ഷേപവും ആ പരിഹാസവും ഒക്കെ ഒരുപക്ഷെ ഈ ട്രാക്ടർ ഓടിച്ച് ദില്ലിയിൽ എത്തിയ കർഷകർക്ക് ഈ ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ പോലും അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഈ ആക്ഷേപം, ഈ പരിഹാസം, ഈ പ്രചാരണം അതൊരുപക്ഷെ സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാനാവില്ലല്ലോ. ശ്രീ NN കൃഷ്ണദാസ് പറഞ്ഞ പോലെ പ്രക്ഷോഭത്തിന് വ്യാകരണം കൊടുക്കാൻ പാടില്ല. വൈകാരികമായി നീങ്ങുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇത് ചെയ്യുമ്പോഴും ഈ കർഷക നേതൃത്വം അല്ലെങ്കിൽ ഈ കർഷകർ, ഇതിൽ ഇടപെട്ട് നിൽക്കുന്ന കർഷകർ എന്നാണ്, എവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തലമുറ നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഷാജി ജോസഫ്, ഈ സർക്കാരിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് പറ്റിയ ആദ്യത്തെ അബദ്ധം ഇവരെ ഖലിസ്ഥാൻവാദികളാണ് അല്ലെങ്കിൽ ആ ഷെയ്ഡിൽപ്പെട്ടവരാണ് എന്ന് കൊടുത്ത ഒരു പൊതുപ്രചാരണം അവർക്ക് തന്നെ തിരിച്ചടിയായോ? ഒരു സംശയവും വേണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇൻസെൻസിറ്റിവിറ്റി, ഈഗോ, ഈ 2 കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെ കണ്ടതിരുന്നെങ്കിൽ ഈ പ്രശ്നം നേരത്തെ റിസോൾവ് ചെയ്യപ്പെടുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു ശ്രീ ബഹുമാനപ്പെട്ട അഡ്വാനി പറഞ്ഞിരുന്ന ഒരു വാക്ക്. എന്താണ്? ഈഗോയിലൂടെ നിങ്ങൾ ഇന്ത്യയിലെ ഒരു പ്രശ്നത്തെ റിസോൾവ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് 100 സവോളയും 100 ചെരുപ്പിനടിയും അനുഭവിക്കേണ്ടി വരും. സവോള വിളിക്കുമ്പോൾ കരച്ചിലുണ്ടല്ലോ, കണ്ണുനീര് വീഴുന്നുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞ BJPയുടെ വലിയ നേതാവിനെ പോലും അനുസരിക്കാൻ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഈഗോ മാറ്റിവെച്ച്, ഇൻസെൻസിറ്റിവിറ്റി മാറ്റിവെച്ചുകൊണ്ട്, കൗശലം മാറ്റിവെച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷമായി നിൽക്കുന്നവരെ, മറ്റ് സ്ഥലത്ത് നിൽക്കുന്നവരെ അപഹാസ്യരാക്കുന്ന രീതികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് വലിയ മനസ്സോടെ ഈ കർഷകരോട് ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ രീതിയിലേക്ക് എത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇന്നത്തെ സമരം, ആ സമരരൂപം, അതിൽ കണ്ട ആവേശം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് തുടർന്നങ്ങോട്ടുള്ള ചർച്ചകൾക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അവരുടെ സമീപനത്തിൽ എന്തുതരം മാറ്റം വരുത്തും എന്നുള്ളത് കൂടിയാണ് അറിയാനുള്ളത്. അവിടെ ഒരു പ്രധാന കാര്യം, ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർത്തുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ തന്നെ വിവിധ തലങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഈ സമരത്തിന് പിന്തുണയുമായി തന്നെ വന്നിട്ടുള്ള ഒത്തുചേരൽ, എത്രയോ തരം വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഏതെല്ലാം പൊതുമണ്ഡലങ്ങളിൽ ജീവിക്കുന്ന, നേതൃത്വം നൽകുന്ന മനുഷ്യർ തന്നെ ഈ സമരത്തെ പിന്തുണച്ചു എന്നതും കാണാതിരിക്കാനാവില്ല. ഇവിടെ ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞ പോലെ സമരം പ്രചാരണ രൂപമൊക്കെ വിട്ട് ഒരു വലിയ പ്രക്ഷോഭമായി മാറി. ആ പ്രക്ഷോഭത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ സമരത്തെയാണ് ഇന്നൊരു ദിവസം രാജ്യം കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സമരരംഗത്ത് നിൽക്കുന്ന ഈ കർഷകർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. മഹാപ്രക്ഷോഭത്തിൻ്റെ തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളും സമരരൂപവും സ്വാഭാവികമായും കുറെ കൂടി കടുപ്പപ്പെട്ടതാവാൻ നല്ല സാധ്യത കാണുന്നില്ലേ? തീർച്ചയായും ഞാനത് പറയാം. അതിനു മുമ്പ് എനിക്ക് വളരെ ബഹുമാനമുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ സുരേഷ് ബാബുവിൻ്റെ ഒരു പരാമർശത്തോട് വസ്തുതാപരമായിട്ട് എനിക്കൊന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മൾ നടത്തേണ്ട സമരത്തിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞു. അതിന് ഉദാഹരിച്ചത് മഹാത്മാഗാന്ധി സമരം അക്രമാസക്തമായപ്പോൾ നിർത്തിവെച്ചതിനെ കുറിച്ചൊക്കെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം പഠിച്ചിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പാഠപുസ്തകം മാത്രമാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്നതൊക്കെയാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ
ചോരയിൽ എഴുതിയതാണ് സുരേഷ് ബാബുജി. അതൊന്നും ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഭഗത് സിംഗ് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെക്കാളും പോപ്പുലറായിരുന്നു ഭഗത് സിംഗ് ഇന്ത്യയിൽ. ചന്ദ്രശേഖർ ആസാദ് ഉണ്ടായിരുന്നു, കൽപ്പന ജോഷി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ കൂടി നടത്തിയതാ ദേശീയ സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ട് ഒരു പാഠപുസ്തകം മാത്രം ആയിരുന്നില്ല ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യം. കർത്താർ സഭേര, ഉദ്ധം സിംഗ്, ജാലിയൻവാലാബാഗിൽ വെടിവെപ്പ് നടത്തിയിട്ടുള്ള പട്ടാളക്കാരനെ ഇംഗ്ലണ്ടിൽ പോയി വെടിവെച്ച് കൊന്ന് അവിടെ തൂക്കുമരത്തിൽ കയറിയിട്ടുള്ള ഉദ്ധം സിംഗ്, ഇവരൊക്കെ ഇന്ത്യക്കാരാ. ഇവരൊക്കെ കൂടി ചേർന്ന ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം. ഞാനത് വെറുതെ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രധാനം. നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ നിൽക്കുക. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തും പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമരങ്ങൾക്ക് വ്യാകരണങ്ങൾ നിശ്ചയിക്കാനാവില്ല എന്നുള്ളിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, റിപ്പബ്ലിക് ഡേയിൽ തന്നെ ഇങ്ങനെ അരങ്ങേറിയത് ശരിയായിരുന്നോ എന്നുള്ളതാണ്. ഈ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഈ റിപ്പബ്ലിക് ഈശ്വരൻ ഉണ്ടാക്കിയതല്ല. ഈ റിപ്പബ്ലിക്ക് നമ്മുടെ മുൻ തലമുറക്കാരായ 10,000 അവരുടെ ജീവനും രക്തവും കൊടുത്ത് ഉണ്ടാക്കിയ റിപ്പബ്ലിക്കാണ്. മനുഷ്യനിവിടെ അന്തസ്സും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള റിപ്പബ്ലിക്കാണിത്. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം വന്നാൽ എല്ലാ വ്യാകരണങ്ങളും ഈ റിപ്പബ്ലിക്ക് സൃഷ്ടിച്ച മനുഷ്യർ, അവരുടെ പിന്മുറക്കാർ അത് തിരുത്തി എഴുതുക തന്നെ ചെയ്യും. നമ്മളൊന്നും തടഞ്ഞാൽ അത് നിൽക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ശരത്ത് പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. എൻ്റെ വ്യക്തിപരമായ എൻ്റെ നിരീക്ഷണം, എൻ്റെ പ്രതീക്ഷ, ഈ സമരം അങ്ങനെ അവസാനിക്കില്ല. ഈ സമരം രാജ്യത്താകെ കത്തിപ്പടരുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവസന്ധാരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന 131 കോടി മനുഷ്യരിൽ 60% ജനങ്ങൾ ജീവസന്ധാരണത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഇപ്പോഴും ഈ കാർഷിക മേഖലയെയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. അതായത് ഈ സമരത്തിൻ്റെ ഇടയിൽ നിന്ന് കണ്ടാൽ വലിയ പരിഷ്കൃതനും വലിയ വിദ്യാസമ്പന്നനുമാണ് എന്നൊന്നും തോന്നാത്ത ഒരു കർഷകൻ അദ്ദേഹത്തിന് അറിയുന്ന നാടൻ ഹിന്ദിയിൽ പറഞ്ഞത് എനിക്ക് കേട്ടപ്പോൾ, എനിക്ക് ഹിന്ദി അത്ര അറിയുന്ന ആളല്ല, കേട്ടാൽ കുറേശ്ശെ മനസ്സിലാവുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. നമ്മുടെ ആരുടെയും ബുദ്ധിയിൽ വരാത്തത്. അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറയുകയാണ്, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ജി, നിങ്ങൾ ഈ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ആക്കിക്കോളൂ. നിങ്ങൾ എത്ര വേണമെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് രാജ്യത്തെ നയിച്ചോളൂ. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗൂഗിളിൽ നിന്ന് പച്ചക്കറിയോ ഗോതമ്പോ സവാളയോ അരിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളുടെ വിയർപ്പ് മണികൾ വീണ മണ്ണിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. ഇതൊന്നും നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നൊരു സാധാരണ കൃഷിക്കാരൻ പ്രധാനമന്ത്രിയോട് പറയാണ്. അതിനേക്കാളും വലിയൊരു വികാരം ഈ പ്രക്ഷോഭത്തിൽ പ്രകടിപ്പിക്കാൻ എന്താണ്? അതുകൊണ്ട് ഈ സമരം പരാജയപ്പെടില്ല. ജനങ്ങളുടെ രാഷ്ട്രത്തിന്റെ പിന്തുണയുണ്ട്. ഈ നിയമം ജനവിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്. ഈ നിയമത്തിന്റെ നിർമ്മിതി വഴികളൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് പിൻവലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതും ഡെമോക്രാറ്റിക് ജനാധിപത്യ വഴിയിലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ ജയസൂര്യൻ, നമ്മുടെ സമയം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ വരും ദിവസങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കേന്ദ്ര സർക്കാർ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ അത്ര ലളിതമായി അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന നല്ല പാഠം ഈ റിപ്പബ്ലിക് ദിനം തന്നെ കേന്ദ്ര സർക്കാരിന് സമരക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും സമരക്കാരും ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സമര നേതാക്കന്മാരും പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ സുരേഷ് ബാബു പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. 100-200 തവണ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസത്തെ ചർച്ച കൊണ്ട് തീരണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ നീട്ടിക്കൊണ്ട് പോകണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ആകാം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഞാനത് പറഞ്ഞത്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ മോദിയുടെയും എല്ലാവരുടെയും ഷായുടെയും ഒക്കെ തന്ത്രം പാളി എന്നുള്ളത്. ഇത് പണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 370 വകുപ്പ് കൊണ്ടുവന്നപ്പോ അദ്ദേഹം തന്ത്രം പാളി, ഇപ്പൊ പൊട്ടിത്തെറിക്കും, ലോകം മുഴുവൻ ഇന്ത്യക്ക് എതിരാകും എന്ന് പറഞ്ഞു. തന്ത്രം പാളിയില്ല. അതുപോലെ തന്നെ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പം തന്ത്രം അപ്പാടെ പാളി, രാജ്യം വീണ്ടും വെട്ടിമുറിക്കും, തന്ത്രം പാളിയില്ല. 6,000 രൂപ കൊടുത്തപ്പം തെറ്റിദ്ധരിപ്പിച്ചപ്പോഴും തന്ത്രം പാളിയില്ല. അതുകൊണ്ട് ഇവിടെയും തന്ത്രം പാളുകയും ഒന്നുമില്ല. ഇത് തന്ത്രമൊന്നുമില്ല, ഇതൊരു വസ്തുത മാത്രമാണ്. പിന്നെ എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരു കാര്യം ഷാജി ജോസഫ് സൂചിപ്പിച്ചത്, ഈ ഹിന്ദു വേഴ്സസ് നോൺ ഹിന്ദു. ഇവിടെ സിഖുകാർ ഹിന്ദുവാ, ജൈനന്മാർ ഹിന്ദുവാ, ഹിന്ദു മതത്തിന്റെ എക്സ്റ്റൻഷനാ.
അങ്ങനെ ഹിന്ദു നോൺ ഹിന്ദു എന്ന് പറയുന്ന ഒരു അജണ്ട ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അത് വേണമെങ്കിൽ വിശദീകരിക്കാം, പക്ഷേ ഇപ്പൊ സമയം ഞാൻ വിശദീകരിക്കുന്ന പിന്നീട് അവസരത്തിൽ നമുക്കത് ചർച്ചയ്ക്ക് വരും, അപ്പോൾ എടുക്കാം. ഈ സമരം നടക്കുന്നത് കർഷകന്റെ വേണ്ടിയുള്ള സമരമാണ് എന്നുള്ളത് ഇന്ത്യയിലെ കർഷകർക്ക് ബോധ്യപ്പെടണം. കൃത്യമായി പറഞ്ഞാൽ APMC മുതലാളിമാർക്ക് വേണ്ടിയുള്ള, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള, കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ള കൂലി സമരമാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തെ പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയാൽ എന്ന് കരുതിയാണ് ഇപ്പൊ എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നത്. പക്ഷേ ഭാരതം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സമരത്തിന്റെ രംഗവേദി മാത്രമല്ല. ഭാരതത്തിന്റെ വിശാലമായ പ്രദേശങ്ങളിൽ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്. അവര് ഈ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് ലഭ്യമായ പരിഹാരം ഉണ്ടാകും. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. താങ്കളുടെ പോയിന്റ് താങ്കൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ ഷാജി ജോസഫ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ നിരീക്ഷണത്തെ അദ്ദേഹം അത് പൂർണ്ണമായും വിയോജിച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി ഇപ്പോൾ ഈ അവസാനത്തെ റിമാർക്ക് കേട്ടപ്പോൾ. കാരണം അപഹാസ്യതയിലൂടെ ഒരു സമരത്തെ കാണുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു പാർട്ടിയാണ് ഈ സമരത്തെ തീർക്കാനായി ജനങ്ങളുടെ മുൻപിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ ഈഗോ കൊണ്ടും ഇൻസെൻസിറ്റിവിറ്റി കൊണ്ടും ഈ സമരത്തെ കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ഇതിനെ നേരിടുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ജയസൂര്യ അവസാനമായി പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത ലൈനുകൾ. അതുകൊണ്ട് സിഖുകാർ ഹിന്ദുമതവുമായി എന്ത് ബന്ധമുണ്ടെന്ന് ചരിത്രമൊക്കെ വായിക്കുന്ന നമുക്കുമൊക്കെ അറിയാം. അതല്ലല്ലോ പ്രശ്നം. പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ജനവിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്. അതിനെക്കുറിച്ച് ശ്രീ സുരേഷ് ബാബു, കമ്മിങ് ഡേയ്സ് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഒരു ദിവസം കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഒരു പാഠം എന്താണ്? ഒന്ന് ചുരുക്കി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ കർഷകർ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്നുള്ള നിലയ്ക്കാണ് അവർ നിൽക്കുന്നത്. അത് കാരണം നിയമത്തിനോടുള്ള എതിർപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഗവൺമെന്റ് പറയുന്നത് കർഷക ക്ഷേമമാണ് ഈ നിയമത്തിലെങ്കിൽ അനുഭവവേദ്യമാകേണ്ടുന്ന ആളുകൾക്ക് അത് ക്ഷേമമല്ലെന്ന് തോന്നുന്ന സമയത്ത് അതൊന്ന് പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റ് മുമ്പിൽ കരണീയമായ ഒരു മാർഗം. ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത് ഭരണകൂടം ചെയ്യേണ്ടത് അതാണ്. അത് ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ ഇറങ്ങേറിയത് എന്നാണ് എന്റെ ഒരു നിഗമനം. കൃഷ്ണദാസ്, വഴങ്ങേണ്ടി വരും കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായി എന്നാണോ? തീർച്ചയായും കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും വഴങ്ങേണ്ടി വരും. എൻ്റെ മാന്യ സുഹൃത്ത് ജയസൂര്യ ഒളിപ്പിച്ചു വെച്ച അവരുടെ ഉള്ളിലെ യാഥാർത്ഥ്യം അറിയാതെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അദ്ദേഹം ഇതാണ് BJP ഗവൺമെന്റിന്റെ പ്രശ്നം. അവർ പറഞ്ഞു ഇത് മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള APMC ഒഴിവാക്കാനുള്ള മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള കർഷകരുടെ സമരം എന്നുള്ളത്. വാസ്തവത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഇവർ കൊടുത്തിട്ടുള്ള വാക്കിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇവർ തയ്യാറില്ല. ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച് കഴിഞ്ഞു. ഇന്ത്യയിലെ ട്രേഡ് കമ്മ്യൂണിറ്റി മുതലാളിമാരായിട്ടുള്ള അംബാനി, അദാനി തുടങ്ങിയിട്ടുള്ള ട്രേഡ് കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെ അടിയറ വെച്ചു. അതിൽ നിന്ന് ഇനി തിരിച്ചു വരാൻ ഈ ഗവൺമെന്റിന് സാധിക്കില്ല. അവരുടെ ദാസ്യവൃത്തി ചെയ്യുന്നവരാണ് ഈ സർക്കാർ. അതാണ്. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് ദാസ്യവൃത്തി ചെയ്യുന്ന മോഡി ഗവൺമെന്റ് കർഷകരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ്. അതാണ് ഞാൻ ഏതായാലും വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അടങ്ങുന്ന നയങ്ങളാണോ സർക്കാരാണോ വലുത് എന്ന് സർക്കാരിന് തന്നെ തീരുമാനിക്കേണ്ടി വരും. അതിനുള്ള തരത്തിലേക്ക് കർഷകർ പോകും എന്ന ശക്തമായ നിരീക്ഷണങ്ങളാണ് ഇവിടെ പല തരത്തിൽ ഉയർന്നു വന്നത്. അതിനോട് വിയോജിച്ചുകൊണ്ടാണ് BJP നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹത്തിൻ്റെതായ വാദങ്ങളും ഉന്നയിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.